ഹലോ മക്കളെ, നമ്മൾ ഇന്ന് ഇന്ത്യയിലെ ആസൂത്രണമാണ് ചർച്ച ചെയ്യുന്നത്. എക്കണോമിക്സുമായി ബന്ധപ്പെട്ട ഭാഗമാണ് അല്ലെ. ഇന്ത്യയിലെ ആസൂത്രണം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. എക്കണോമിക്സിൽ നിന്ന് ഈ ഭാഗത്ത് നിന്ന് നമുക്ക് തീർച്ചയായിട്ടും ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം അല്ലെ. നീതി ആയോഗ്, അതേപോലെ തന്നെ ഇന്ത്യയിലെ ആസൂത്രണം, ഇതൊക്കെ നമുക്ക് തീർച്ചയായിട്ടും ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാവുന്ന മേഖലകളാണ്. അപ്പം നമ്മൾ PSC ബുള്ളറ്റിൻ 65-ാം വിശേഷാൽ പതിപ്പ് വെച്ചിട്ടാണ് ഈ ഭാഗവും ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ആദ്യം തന്നെ നമ്മൾ ഇതിൻ്റെ ഒരു ഔട്ട്ലൈൻ പറയും. എന്നും പറയുന്ന പോലെ തന്നെ ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ തരും. അതിനുശേഷം നമ്മൾ ഇതിലെ ചോദ്യങ്ങൾ വായിക്കും. അപ്പോൾ ഇന്ത്യയിലെ ആസൂത്രണം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്കെല്ലാം വരുന്നത് പഞ്ചവത്സര പദ്ധതികളായിരിക്കും അല്ലേ. 1951 പഞ്ചവത്സര പദ്ധതികളും അതിന് തൊട്ട് മുമ്പായിട്ട് 1950 എന്ത് രൂപീകരിക്കുന്നു, നമ്മുടെ പ്ലാനിംഗ് കമ്മീഷൻ അല്ലെ, അല്ലെങ്കിൽ ആസൂത്രണ കമ്മീഷൻ രൂപീകരിക്കുന്നു. ഇതാണ് എല്ലാവരുടെ മനസ്സിലേക്കും വരാമെന്ന് എനിക്കറിയാം. അപ്പം ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, നമ്മൾ 1951 കുറച്ച് വർഷങ്ങളുടെ പ്രാധാന്യം പഠിച്ചിട്ടുണ്ടായിരുന്നു ഇല്ലേ. 1951 എന്ന് പറഞ്ഞ വർഷത്തിന്റെ പ്രാധാന്യം എത്ര പേർക്ക് ഓർമ്മയുണ്ട്? നിങ്ങൾ അതൊക്കെ റിവിഷൻ ചെയ്യുന്നില്ലേ? 1950 എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ഓർക്കണം? ഇന്ത്യയുടെ ഫേസ് മാറിയതല്ലേ. കാരണം 1950 ജനുവരി 26 നമുക്ക് ഭരണഘടന വന്നു അല്ലെ. ഭരണഘടന വന്ന് നമുക്ക് എല്ലാത്തിനും നിയമങ്ങളായി. അതിനുശേഷം 1951 ഇന്ത്യയുടെ ഫേസ് മാറാണ് അല്ലെ. അതിൽ നിന്നും ഫേസ് എന്നതിൽ നിന്നും F എന്തൊക്കെയാണ്? F എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിനാൻസ് കമ്മീഷൻ രൂപീകരിക്കുന്നത്, ധനകാര്യ കമ്മീഷൻ രൂപീകരിക്കുന്നത് 1951 അതേപോലെ തന്നെ മറ്റൊരു F എന്താണ്? 5 ഇയർ പ്ലാന്, പഞ്ചവത്സര പദ്ധതികൾ ആരംഭിക്കുന്നത് 1951. ഇനി ഫേസിന്റെ F കഴിഞ്ഞു. എ എന്ന് പറയുമ്പോൾ ഫസ്റ്റത്തത് ഏഷ്യൻ ഗെയിംസ് അല്ലെ. ആദ്യത്തെ ഏഷ്യൻ ഗെയിംസ് നടക്കുന്നത് 1951 ഇന്ത്യയിൽ വെച്ച് തന്നെയാണ് നടന്നത്. അടുത്ത എ എന്താണ്? അടുത്ത എ എന്ന് പറയുന്നത് അമെൻമെന്റ് അല്ലെ. ആദ്യത്തെ നമ്മുടെ ഭരണഘടന ഉണ്ടാക്കിയതിന് ശേഷം ഒന്നാമത്തെ അമെൻമെന്റ് വരുന്നത് 1951 തന്നെയാണ്. അടുത്തത് സി എന്താണ്? സി എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ സി സെൻസസ് അല്ലെ. സെൻസസ് ഇന്ത്യയിൽ, സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായിട്ട് സെൻസസ് നടത്തിയത് 1951. പിന്നത്തെ CO എല്ലാതും രണ്ടെണ്ണം വെച്ച് പറയുന്നുണ്ട് അല്ലെ. സി എന്ന് പറയുന്നത്. പിന്നെ CSO, സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ ആദ്യം അറിയപ്പെട്ടിരുന്നു. ഇപ്പോൾ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് എന്നാണ് അറിയപ്പെടുന്നത്. CSO നിലവിൽ വന്നതും 1951 തന്നെയാണ്. അവസാനത്തെ ലെറ്റർ ഇ അല്ലെ. ഫേസിന്റെ അവസാനത്തെ ലെറ്റർ ഇ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? എമർജൻസി അല്ലെ. എമർജൻസി ഏത് എമർജൻസിയാണ്? നമ്മുടെ ആർട്ടിക്കിൾ 356 പ്രകാരം പഞ്ചാബിലെ എമർജൻസി അല്ലെ. ആദ്യമായിട്ട് ആർട്ടിക്കിൾ 356 പ്രകാരം പഞ്ചാബിലെ എമർജൻസി പ്രഖ്യാപിച്ചത് 1951. അതേപോലെ തന്നെ എലക്ഷൻ അല്ലെ. ഇന്ത്യയിൽ എലക്ഷൻ നടത്തിയത് 1951-52 കാലഘട്ടത്തിലാണ് നടത്തിയത്. അപ്പൊ ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് ഓർമ്മപ്പെടുത്തിയത് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ആസൂത്രണമാണ്. ആസൂത്രണം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരാൻ എന്താണ്? പഞ്ചവത്സര പദ്ധതികളാണ്. 1951 പഞ്ചവത്സര പദ്ധതികൾ ആരംഭിച്ചത്. അതിന് തൊട്ടു മുമ്പത്തെ വർഷം 1950 നമ്മുടെ ആസൂത്രണ കമ്മീഷൻ അഥവാ പ്ലാനിംഗ് കമ്മീഷൻ അല്ലെ. പ്ലാനിംഗ് കമ്മീഷൻ ആണ്, അല്ലെങ്കിൽ ആസൂത്രണ കമ്മീഷനാണ് ഈ പഞ്ചവത്സര പദ്ധതികളൊക്കെ തയ്യാറാക്കുന്നത്. അപ്പൊ തൊട്ടു മുമ്പ് ആര് വന്നു? ഈ പഞ്ചവത്സര പദ്ധതികൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പ്ലാനിംഗ് കമ്മീഷൻ, ആസൂത്രണ കമ്മീഷൻ വന്നു. എന്നാൽ നമ്മുടെ ഈ പ്ലാനിംഗ് കമ്മീഷൻ തയ്യാറാക്കിയ ഈ പഞ്ചവത്സര പദ്ധതികൾക്ക് ആരാണ് അംഗീകാരം നൽകുന്നത്? അംഗീകാരം നൽകുന്നത് NDC ആണ് അല്ലെ. നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ, NDC ആണ് അംഗീകാരം നൽകുന്നത്. മൂപ്പർ എന്നാ നിലവിൽ വന്നത്? 1952 അല്ലെ. എല്ലാവർക്കും തെറ്റും. കാരണം 1951 പഞ്ചവത്സര പദ്ധതികൾ വന്നിട്ടുണ്ട്. പക്ഷെ അത് അംഗീകരിക്കാനുള്ള NDC നിലവിൽ വന്നത് പിന്നത്തെ വർഷമേ വന്നിട്ടുള്ളൂ. 1952 വന്നത്. 50, 51, 52. 50 ആര് വന്നു? ആസൂത്രണ കമ്മീഷൻ അഥവാ പ്ലാനിംഗ് കമ്മീഷൻ വന്നു. 51 നമ്മൾ ആദ്യമായിട്ട് ഫസ്റ്റത്തെ പഞ്ചവത്സര പദ്ധതി ആരംഭിക്കുന്നു. ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിക്കുന്നു. 52 NDC നിലവിൽ വന്നത്. പക്ഷെ നമ്മുടെ ചരിത്രം, നമ്മുടെ ഈ ആസൂത്രണത്തിന്റെ ചരിത്രം എന്ന് പറയുന്നത് ഇവിടെയൊന്നും തുടങ്ങുന്നതല്ല അല്ലെ. നമ്മുടേത് ഒരു 20 വർഷം പുറകിലോട്ട് പോകാം. അതായത് 1931 പോകാം. 1931 ഒരു സെക്ഷൻ ഉണ്ടല്ലോ, നമ്മുടെ INCയുടെ സെഷൻ. ഏതാണ്? കറാച്ചി സെഷൻ അല്ലെ. കറാച്ചി സെഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആരാണ് ഓർമ്മ വരാ? സർദാർ വല്ലഭായ് പട്ടേലാണ് ഓർമ്മ വരാ അല്ലെ. കറാച്ചി സെഷന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ആ സമയത്തെ INCയുടെ അധ്യക്ഷൻ ആരായിരുന്നു? നമ്മുടെ സർദാർ വല്ലഭായ് പട്ടേൽ ആയിരുന്നു. മൗലികാവകാശം അല്ലെ. മൗലികാവകാശത്തിന്റെ പ്രമേയം അവതരിപ്പിച്ചത് അല്ലെങ്കിൽ അംഗീകരിച്ചത് 1931 കറാച്ചി സെഷനിലാണ്. അതാണ് നമ്മുടെ മനസ്സിലേക്കെല്ലാം വരാം. പക്ഷേ ഈ മൗലികാവകാശങ്ങൾ മാത്രമല്ല അതിൽ അന്ന് അംഗീകരിച്ചിട്ടുണ്ടായിരുന്നത്. എന്തും കൂടി അംഗീകരിച്ചിട്ടുണ്ടായിരുന്നു? നമ്മുടെ സാമ്പത്തിക കാര്യങ്ങൾ അല്ലെങ്കിൽ സാമ്പത്തിക നയം
ഇന്ത്യക്ക് ഒരു സാമ്പത്തിക നയത്തെക്കുറിച്ച് ചർച്ച ചെയ്ത് അംഗീകരിച്ചതും ഈ 1931 കറാച്ചി സെഷനിലാണ്. അപ്പം മറക്കരുത്, 1931 കറാച്ചി സെഷന് ഇത് നമ്മുടെ മൗലികാവകാശങ്ങളെ കുറിച്ചുള്ള പ്രമേയം അവതരിപ്പിച്ചു എന്നുള്ളത് മാത്രമല്ല പ്രത്യേകത, പിന്നെ എന്തും കൂടിയുണ്ട്, ഈ ബ്രിട്ടീഷ് ചൂഷണവും ഇന്ത്യയുടെ വികസന മുരടിപ്പും എങ്ങനെ തരണം ചെയ്യാം അല്ലേ. ഈ ബ്രിട്ടീഷുകാരുടെ ചൂഷണത്തെക്കുറിച്ച് ദാദാഭായ് നവറോജി ഒക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. നമ്മുടെ ബ്രെയിൻ ഡ്രെയിൻ തിയറി കൂടെയും ചോർച്ചാ സിദ്ധാന്തത്തിൽ കൂടെയൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ ബ്രിട്ടീഷുകാരുടെ ഈ ചൂഷണവും അതേപോലെ തന്നെ ഇന്ത്യയുടെ ഈ വികസന മുരടിപ്പും എങ്ങനെ തരണം ചെയ്യാം എന്ന് ചർച്ച ചെയ്ത ആദ്യത്തെ INC സമ്മേളനമാണ് ഏതെന്ന് പറയുന്നത് 1931 കറാച്ചി സമ്മേളനം എന്ന് പറയുന്നത്. അപ്പൊ രണ്ട് പ്രമേയങ്ങൾ അംഗീകരിച്ചു. ഒന്ന് മൗലികാവകാശത്തെക്കുറിച്ചുള്ള പ്രമേയവും അതേപോലെ തന്നെ സാമ്പത്തിക നയം സംബന്ധിച്ചുള്ള പ്രമേയവും 1931 അംഗീകരിച്ചിട്ടുണ്ടായിരുന്നു. ഈ 1931 ഒരുപാട് പ്രാധാന്യമുണ്ട് അല്ലെ. നമ്മുടെ ഗാന്ധി ഇർവിൻ സന്ധി ഇല്ലേ, ഗാന്ധി ഇർവിൻ പാക്ട് നിലവിൽ വന്നത് 1931 അപ്പൊ അത് നമ്മുടെ ഈ കറാച്ചി സമ്മേളനം നടക്കുന്നതിന് മുമ്പാണ് ഗാന്ധി ഇർവിൻ പാക്ട് വരുന്നത്. അതിനുശേഷമാണ് നമ്മുടെ ഭഗത് സിംഗിനെ തൂക്കിക്കൊല്ലുന്നത് അല്ലെ. ഗാന്ധി ഇർവിൻ സന്ധി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? രാഷ്ട്രീയ തടവുകാരെയൊക്കെ വിട്ടയക്കണം. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഗാന്ധിജി രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തോളാം എന്നൊക്കെ ഉള്ളൊരു ധാരണയിൽ വന്നൊരു സന്ധിയാണ് അല്ലെ ഗാന്ധി ഇർവിൻ സന്ധി എന്ന് പറയുന്നത്. അപ്പൊ അത് പ്രകാരം എല്ലാവരും വിട്ടയച്ചു. പക്ഷെ ആരെ വിട്ടയച്ചില്ല? നമ്മുടെ ഭഗത് സിംഗിനെ വിട്ടയച്ചില്ല, തൂക്കിക്കൊല്ലുകയും ചെയ്തു. ഭഗത് സിംഗിനെ തൂക്കിക്കൊന്ന് 6ാം ദിവസമാണ്, കഴിഞ്ഞ 6ാമത്തെ ദിവസമാണ് ഈ കറാച്ചി സെഷൻ വരുന്നത്, കറാച്ചി സമ്മേളനം വരുന്നത്. കറാച്ചി സമ്മേളനത്തിൽ ശരിക്കും ഗാന്ധി ഇർവിൻ സന്ധി അംഗീകരിക്കുകയാണ് ചെയ്തത്. പക്ഷെ ജവഹർലാൽ നെഹ്റു ഒക്കെ ഗാന്ധി ഇർവിൻ സന്ധിയെ എതിർത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതും കൂടി ഓർത്തു വയ്ക്കുക. ഈ ഗാന്ധി ഇർവിൻ സന്ധി അംഗീകരിച്ച സമ്മേളനമാണ് 1931 എന്തെന്ന് പറയുന്നത് കറാച്ചി സെഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മ പറഞ്ഞു വന്നത് എന്താണ്? ഈ 1931 കറാച്ചി സമ്മേളനത്തിൽ എന്ത് അംഗീകരിച്ചിട്ടുണ്ടായിരുന്നു? സാമ്പത്തിക നയത്തിന്റെ പ്രമേയം അംഗീകരിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ മൗലികാവകാശങ്ങളുടെ പ്രമേയം അംഗീകരിച്ചിട്ടുണ്ടായിരുന്നു. ഗാന്ധി ഇർവിൻ സന്ധിയും അംഗീകരിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് പറഞ്ഞു വന്നത്. അപ്പൊ 1931 അങ്ങനെ കഴിഞ്ഞു പോയില്ലേ. പിന്നെ നമുക്ക് പഠിക്കേണ്ടതെന്നറിയോ? 1938 1938 അവിടെയും വരുന്നു വീണ്ടും ഒരു സമ്മേളനം അല്ലെ. 1938 സമ്മേളനം ഏതായിരുന്നു? നമ്മുടെ ഹരിപുര സമ്മേളനം അല്ലെ. ഹരിപുര സമ്മേളനത്തിൽ ആരായിരുന്നു INCയുടെ പ്രസിഡന്റ് എന്ന് പറയുന്നത്? സുഭാഷ് ചന്ദ്രബോസ് ആയിരുന്നു. അതൊക്കെ നാം പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ. 1938 ഹരിപുര സമ്മേളനത്തിൽ ആരായിരുന്നു? സുഭാഷ് ചന്ദ്രബോസ് ആയിരുന്നു INCയുടെ പ്രസിഡന്റ്. തൊട്ടു പിന്നത്തെ വർഷം 1939 ത്രിപുരി സമ്മേളനം വരുന്നു. ത്രിപുരി സമ്മേളനത്തിലാണ് നമ്മുടെ ഈ സുഭാഷ് ചന്ദ്രബോസിനെ ആക്കണം എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ഗാന്ധിജി ഒരാളെ കൊണ്ടുവന്നു. പട്ടാഭി സീതാരാമയ്യനെ കൊണ്ടുവന്നു അല്ലെ. അങ്ങനെ പട്ടാഭി സീതാരാമയ്യയും നമ്മുടെ സുഭാഷ് ചന്ദ്രബോസും തമ്മിൽ ആദ്യമായിട്ട് ഒരു എലക്ഷൻ, INCയുടെ മീറ്റിംഗിൽ ആദ്യമായിട്ടൊരു എലക്ഷൻ നടക്കണം, ആരെ ആക്കണം എന്നുള്ള കാര്യത്തിൽ INC പ്രസിഡന്റ്. അങ്ങനെ നമ്മുടെ തമ്മിൽ ഗാന്ധിജിയുടെ പ്രതിനിധിയായിട്ട് പട്ടാഭി സീതാരാമയ്യയും പിന്നെ സുഭാഷ് ചന്ദ്രബോസും തമ്മിൽ മത്സരിക്കുന്നു. സുഭാഷ് ചന്ദ്രബോസ് തന്നെയാണ് ജയിച്ചത്. പക്ഷെ അദ്ദേഹം കുറച്ചു കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് രാജിവെച്ച് പോയി അല്ലെ. അപ്പൊ അതിന് മുമ്പത്തെ വർഷമാണ് ഈ പറയുന്നത് 1938 INCയുടെ പ്രസിഡന്റ് എന്ന് പറയുന്നത് സുഭാഷ് ചന്ദ്രബോസ് ആയിരുന്നു. അങ്ങനെ സുഭാഷ് ചന്ദ്രബോസ് ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് നമ്മുടെ ഒരു ശാസ്ത്രജ്ഞനുണ്ട്, മേഘനാഥ് സാഹ എന്ന് പേരുള്ള ഒരു ശാസ്ത്രജ്ഞൻ. മേഘനാഥ് സാഹ, പേര് ശ്രദ്ധിച്ചോളൂ, മേഘനാഥ് സാഹ അല്ലെ. മേഘനാഥ് സാഹ എന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞൻ നമ്മുടെ സുഭാഷ് ചന്ദ്രബോസിൽ കൂടുതൽ ഇങ്ങനെ പ്രേരണ ചുമത്തി അല്ലെങ്കിൽ എന്താണ് പ്രേരിപ്പിച്ചിട്ട്, നമ്മുടെ സുഭാഷ് ചന്ദ്രബോസിനെ പ്രേരിപ്പിച്ചിട്ട് നമ്മുടെ ആസൂത്രണ സമിതി രൂപീകരിക്കുകയാണ്. ആസൂത്രണ കമ്മീഷൻ അല്ല, ആസൂത്രണ സമിതിയാണ്. ചോദ്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം, കാണുമ്പോൾ ചാടിക്കേറി എഴുതരുത്. ആസൂത്രണ കമ്മീഷൻ ആണ് 1950 രൂപീകരിച്ചിട്ടുള്ളൂ. നമ്മൾ പറയുന്നത് 1938 ആസൂത്രണ സമിതി രൂപീകരിച്ചതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പൊ അതിന് നേതൃത്വം നൽകിയത് ആരാണ്? ഇപ്പൊ നമ്മുടെ തൊട്ടടുത്ത് നടന്ന നമ്മുടെ ഡിഗ്രി പ്രിലിംസിന്റെ ഫസ്റ്റ് ഫേസ് എക്സാം അല്ലെ, LSGSന്റെ ഫസ്റ്റ് ഫേസ് എക്സാമിന് ഉണ്ടായിരുന്ന ഒരു ഭാഗമാണിത്. അപ്പൊ 1938 ഇങ്ങനെ ആസൂത്രണ സമിതി രൂപീകരിക്കാൻ നേതൃത്വം നൽകിയത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. ആരുടെ പ്രേരണയാലാണ് അദ്ദേഹം ഇതിന് മുതിർന്നത്, അല്ലെങ്കിൽ ആരാണ് ഇതിനെ പ്രേരിപ്പിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേഘനാഥ് സാഹ എന്ന് പറഞ്ഞ ഒരു ശാസ്ത്രജ്ഞനാണ്. അങ്ങനെ ഒരു ആസൂത്രണ സമിതി രൂപീകരിക്കുന്നു 1938. സമിതി രൂപീകരിച്ചു കഴിഞ്ഞാൽ എന്തായാലും അതിനൊരു ചെയർമാൻ വേണം അല്ലേ. അങ്ങനെ ചെയർമാനായിട്ട് ആരെ നിയോഗിക്കുകയാണ്? നമ്മുടെ
ജവഹർലാൽ നെഹ്റു അല്ലെ. ആസൂത്രണ കമ്മീഷന്റെ ആണെങ്കിലും ആസൂത്രണ സമിതിയുടെ ആണെന്നുണ്ടെങ്കിലും രണ്ടിന്റെയും ചെയർമാൻ, ആദ്യത്തെ ചെയർമാൻ എന്ന് പറയുന്നത് ആര് തന്നെയായിരുന്നു? നെഹ്റു തന്നെ ആയിരുന്നു. ഇനി ഇതിനൊരു സെക്രട്ടറി വേണം അല്ലെ. ചെയർമാൻ ഉണ്ട്, സെക്രട്ടറി വേണം. സെക്രട്ടറിയാണ് KT ഷാ എന്ന് പറയുന്നത്. KT ഷാ. ശ്രദ്ധിക്കുക, 1938 നമ്മുടെ സുഭാഷ് ചന്ദ്രബോസിന്റെ നേതൃത്വത്തിൽ ഒരു ആസൂത്രണ സമിതി രൂപീകരിച്ചു. ആ ആസൂത്രണ സമിതി ആരുടെ പ്രേരണയാലാണ് രൂപീകരിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേഘനാഥ് സാഹ എന്ന് പറഞ്ഞ ഒരു ശാസ്ത്രജ്ഞന്റെ പ്രേരണയാലാണ്. അദ്ദേഹം പറഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ അദ്ദേഹം നമ്മുടെ സുഭാഷ് ചന്ദ്രബോസിനെ പ്രേരിപ്പിച്ചിട്ടാണ്. ഇനി ഇതിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് നെഹ്റു തന്നെയായിരുന്നു, ജവഹർലാൽ നെഹ്റു ആയിരുന്നു ഇതിന്റെ ആദ്യത്തെ ചെയർമാൻ എന്ന് പറയുന്നത്. ഇതിന്റെ ആദ്യത്തെ സെക്രട്ടറി എന്ന് പറയുന്നത് KT ഷായുമായിരുന്നു. ആദ്യത്തെ സെക്രട്ടറി KT ഷായുമായിരുന്നു. അപ്പൊ ഇങ്ങനത്തെ സംഭവമൊക്കെ ഉണ്ട് അവിടെ. അതിന് മുമ്പ് ഞാനൊരു വേറൊരു കാര്യം ചോദിക്കട്ടെ. നമ്മൾക്ക് ഇതേപോലെ തന്നെ കൺഫ്യൂഷൻ വരുന്ന മറ്റൊരു കാര്യമുണ്ട്. എന്തറിയോ? ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവും ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ശില്പിയും രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പലർക്കും മാറിപ്പോവും അല്ലെ. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാമ്പത്തിക ആസൂത്രണത്തിന്റെ പിതാവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ M വിശ്വേശ്വരയ്യനും. പിതാവ് എന്ന് പറയുന്നത് M വിശ്വേശ്വരയ്യനും. ശില്പി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ PC മഹൽനോബിസിനെ പറയേണ്ടത്. ശില്പിയാണ് PC മഹൽനോബിസ്. അപ്പൊ നമുക്കിത് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ PC മഹൽനോബിസ് എന്ന് പറയുമ്പോൾ ഒരു മഹൽ വരുന്നുണ്ടല്ലേ. മഹൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഒരു കെട്ടിടല്ലേ. മഹൽ എന്നൊക്കെ പറയുന്നത് നമ്മൾ താജ് മഹൽ അല്ലെ, ഒരു കെട്ടിടമാണല്ലേ. ഇതൊക്കെ ശില്പികളല്ലേ ഉണ്ടാക്കുക? പിതാവാണോ ഉണ്ടാക്കുക? അല്ലല്ലോ, ശില്പികളാണ് ഇങ്ങനത്തെ മഹലൊക്കെ ഉണ്ടാക്കുക. അപ്പൊ ശില്പിയാണ് PC മഹൽനോബിസ്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി. ഇപ്പൊ നമ്മൾ മാറില്ല എന്ന് വിചാരിക്കും, പക്ഷെ എക്സാം സമയത്ത് നമുക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ വരും. കാരണം ഇതെല്ലാം അതും വായിച്ചു പോകാൻ നമുക്ക് ആ സമയത്ത് പറ്റിയെന്ന് വരില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ സാമ്പത്തിക ആസൂത്രണത്തിന്റെ പിതാവ് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ M വിശ്വേശ്വരയ്യ ആണ്. എന്നാൽ ശില്പി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശില്പി എന്ന് പറയുമ്പോൾ നമുക്ക് മഹല്, PC മഹൽനോബിസ് ആണ് ആസൂത്രണത്തിന്റെ ശില്പി. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ശില്പി എന്ന് പറയുന്നത് PC മഹൽനോബിസ് ആണെന്നും കൂടി ഓർത്തു വെക്കുക. അപ്പൊ നമ്മുടെ ഈ M വിശ്വേശ്വരയ്യ പറഞ്ഞപ്പോൾ പറയുന്നതാണ്, അദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പുസ്തകമുണ്ട്. എന്താണ്? പ്ലാനഡ് എക്കണോമി ഫോർ ഇന്ത്യ അല്ലെ. എപ്പോഴും PSC ചോദിക്കാറുള്ളതാണ് പ്ലാനഡ് എക്കണോമി ഫോർ ഇന്ത്യ എന്നുള്ളത് ആരുടെ പുസ്തകമാണെന്ന്. പ്ലാനഡ് എക്കണോമി ഫോർ ഇന്ത്യ എന്നുള്ളത് M വിശ്വേശ്വരയ്യയുടെ പുസ്തകമാണ്. അതിലാണ് അദ്ദേഹം ഈ 10 വർഷത്തേക്കുള്ള ഇന്ത്യക്ക് വേണ്ട ഒരു 10 വർഷത്തേക്കുള്ള പ്ലാനിനെ കുറിച്ചാണ് അതിൽ പറയുന്നത്. പ്ലാനഡ് എക്കണോമി അല്ലെ. പ്ലാനഡ് എക്കണോമി ഫോർ ഇന്ത്യ എന്നുള്ളത് M വിശ്വേശ്വരയ്യാണ്. നമുക്ക് വേണ്ടിയിട്ട് മുൻകൂട്ടി പ്ലാനുകളൊക്കെ തയ്യാറാക്കി വെക്കുക ആരാണ്? ഇന്ത്യക്ക് വേണ്ടിയിട്ട് നമ്മുടെ പിതാവാണ്, നമ്മുടെ അച്ഛനാണ്. അപ്പൊ പിതാവായിട്ടുള്ള M വിശ്വേശ്വരയ്യ, നമ്മുടെ ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തിന്റെ പിതാവായിട്ടുള്ള M വിശ്വേശ്വരയ്യാണ് ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഒരു 10 വർഷത്തെ പ്ലാനഡ് എക്കണോമി ഫോർ ഇന്ത്യ എന്നുള്ള അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ തയ്യാറാക്കി വെച്ചത്. അതേപോലെ തന്നെ നമ്മുടെ PC മഹൽനോബിസിന്റെ ഒരു പുസ്തകവും ചോദിക്കാറുണ്ട് അല്ലെ. സംഖ്യ എന്നുള്ള പുസ്തകം. സംഖ്യ എന്നുള്ളത് ആരുടേതാണെന്ന് ചോദിക്കാറുണ്ട്. ഈ PC മഹൽനോബിസ് ആണ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചത്. ആരാണ്? PC മഹൽനോബിസ് ആണ്. ഈ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഔദ്യോഗിക പ്രസിദ്ധീകരണമായിരുന്നു സംഖ്യ എന്നുള്ളത്. മനസ്സിലായേ? അപ്പൊ സംഖ്യയും PSC ചോദിക്കാറുള്ളതാണ്. PC മഹൽനോബിസിന്റെ പ്രസിദ്ധീകരണമാണ്. അദ്ദേഹമാണ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചത്. അതുകൊണ്ട് അതിന്റെ ഔദ്യോഗിക പ്രസിദ്ധീകരണമായിരുന്നു ഈ സംഖ്യ എന്നുള്ളത്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് എവിടെ നിന്നാണ്? നമ്മളിപ്പോ പറഞ്ഞു എത്തിയിട്ടുള്ളത് 1938 ആസൂത്രണ സമിതി രൂപീകരിച്ചതിനെ കുറിച്ചാണ് പറഞ്ഞു നിർത്തിയിട്ടുള്ളത്. അപ്പൊ അതും അവസാനിച്ചു. 1931 കറാച്ചി സമ്മേളനത്തിൽ ഒരു സാമ്പത്തിക നയത്തെ സംബന്ധിച്ച് പ്രമേയം അവതരിപ്പിച്ചു. 1938 ഹരിപുര സമ്മേളനത്തിൽ നമ്മുടെ സുഭാഷ് ചന്ദ്രബോസും ആയിരുന്നു പ്രസിഡന്റ് എന്ന് പറയുന്നത്. പിന്നെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഒരു ആസൂത്രണ സമിതി രൂപീകരിക്കുന്നു. ആസൂത്രണ സമിതിയുടെ ആദ്യത്തെ ചെയർമാൻ എന്ന് പറയുന്നത് നമ്മുടെ ജവഹർലാൽ നെഹ്റുവും സെക്രട്ടറി എന്ന് പറയുന്നത് KT ഷായുമായിരുന്നു. മേഘനാഥ് സാഹ എന്ന് പറഞ്ഞ ഒരു ശാസ്ത്രജ്ഞന്റെ പ്രേരണയാലാണ് ഇങ്ങനെ നമ്മുടെ സുഭാഷ് ചന്ദ്രബോസ് ഇങ്ങനെ ഒരു ആസൂത്രണ സമിതി രൂപീകരിച്ചത്. അങ്ങനെ ഒരു ആസൂത്രണ സമിതി രൂപീകരിച്ചു അല്ലേ. രൂപീകരിച്ച സ്ഥിതിക്ക് അവരെന്താന്ന് വെച്ചാൽ കുറെ ഉപസമിതികളും കൂടി രൂപീകരിച്ച് എല്ലാത്തിലും കുറെ പഠനങ്ങളൊക്കെ നടത്തി. അതായത് അടിസ്ഥാനമായിട്ടുള്ള സാമ്പത്തിക പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അതെങ്ങനെയൊക്കെ പരിഹരിക്കാം, ജനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെ പദ്ധതികൾ ഉണ്ടാക്കാം അല്ലെ. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ അടിസ്ഥാന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, സാമ്പത്തിക പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അതൊക്കെ എങ്ങനെയൊക്കെ പരിഹരിക്കാം, ജനങ്ങളുടെ ഉന്നമനത്തിനായിട്ട് എന്തൊക്കെ പദ്ധതികൾ കൊണ്ടുവരാം എന്നൊക്കെ ഇവർ ചർച്ച ചെയ്ത് കണ്ടെത്തിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ ഇത് എവിടെയാണ്
നമ്മൾ ബ്രിട്ടീഷ് ഇന്ത്യയിലാണ് അല്ലേ. 1930 എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ പൂർണ്ണമായിട്ടും ഈ ബ്രിട്ടീഷുകാരാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അവരോട് പോയിട്ട് ഇതൊക്കെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് എന്താണ് ഇത് നടപടിയാകണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ, ഈ നിർദ്ദേശങ്ങളും ഈ പദ്ധതികളൊക്കെ നടപ്പിലാക്കണം എന്നുണ്ടെങ്കിൽ ഏറ്റവും അത്യാവശ്യം എന്താണ്? ദേശീയ സ്വാതന്ത്ര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കമ്മിറ്റി അല്ലെങ്കിൽ ഈ സമിതി മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ദേശീയ സ്വാതന്ത്ര്യം കിട്ടുക എന്നുള്ളത്. ദേശീയ സ്വാതന്ത്ര്യം നേടിയെടുക്കുക. ദേശീയ സ്വാതന്ത്ര്യം നേടിയെടുത്താൽ മാത്രമേ ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ പറ്റുള്ളൂ എന്നാണ് ഈ സമിതി ഏറ്റവും പ്രധാനമായിട്ട് മുന്നോട്ട് വെച്ചത്. അപ്പൊ നിങ്ങൾ ഇത്രയും മനസ്സിലാക്കുക, ഈ ആസൂത്രണ സമിതി രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. കുറെ ഉപസമിതികളൊക്കെ ആയിട്ട് മാറിയിട്ട് ഇവര് ഈ പ്രശ്നങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങളും അതിന്റെ പരിഹാരങ്ങളും അതുപോലെ തന്നെ ഈ ജനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെ പദ്ധതികളൊക്കെ തയ്യാറാക്കാം എന്നൊക്കെ തയ്യാറാക്കി വെച്ചു. പക്ഷേ എന്താണ്, ഇതൊന്നും ബ്രിട്ടീഷ് ഗവൺമെന്റ് നടപ്പിലാക്കില്ല അല്ലെ. അതുകൊണ്ട് തന്നെ ദേശീയ സ്വാതന്ത്ര്യം കിട്ടണം എങ്കിൽ മാത്രമേ ഇതിനൊക്കെ ഒരു പരിഹാരം കണ്ടെത്താൻ പറ്റുള്ളൂ എന്നാണ് സമിതി അഭിപ്രായപ്പെട്ടത് എന്നും കൂടി ഓർത്തു വെക്കുക. അങ്ങനെ അവിടെ 38 കഴിഞ്ഞു. ഇനി അടുത്തത് 1944 ബോംബെ പ്ലാനാണ്. 1944 ബോംബെ പ്ലാൻ വരുന്നു. അതേ വർഷം തന്നെ ഗാന്ധിയൻ പ്ലാൻ വരുന്നു. തൊട്ട് പിന്നത്തെ വർഷം 1945 നമ്മുടെ പീപ്പിൾസ് പ്ലാൻ അല്ലെ, MN റോയ് അവതരിപ്പിച്ച പീപ്പിൾസ് പ്ലാൻ വരുന്നു. പിന്നെ അതിനുശേഷം 1950 സർവോദയ പ്ലാൻ വരുന്നു. ഇതിനെ കുറിച്ചൊക്കെ നമ്മുടെ SCRT ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. 8ാം ക്ലാസ്സിൽ തന്നെ ഒരു ചാപ്റ്റർ ഉണ്ട്, ഇന്ത്യയും സാമ്പത്തിക ആസൂത്രണവും എന്ന് പറഞ്ഞിട്ടൊരു ചാപ്റ്റർ ഉണ്ട്. അപ്പൊ ഇതിൽ ഈ ബോംബെ പ്ലാനിനെ കുറിച്ചിട്ടും ഗാന്ധിയൻ പ്ലാനിനെ കുറിച്ചിട്ടും നമ്മുടെ MN റോയ് അവതരിപ്പിച്ച പീപ്പിൾസ് പ്ലാനിനെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് അതൊക്കെ ഒന്നും ജസ്റ്റ് നോക്കാതെ പോകാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ ഇതില് PSC ബുള്ളറ്റിൻ 65ാം വിശേഷാൽ പതിപ്പിൽ അതൊന്നും പറഞ്ഞിട്ടുമില്ല. അപ്പൊ നമുക്ക് അത് നോക്കുന്നതിന് മുമ്പ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത ഭാഗത്തു നിന്നും PSC ബുള്ളറ്റിൻ 65ാം വിശേഷാൽ പതിപ്പിലുള്ള ചോദ്യങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കുകയാണ്. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയുള്ളൂ. ഒന്നാമത്തത്, ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആര്? അപ്പൊ ശില്പിയാണ്. അപ്പൊ നമുക്ക് മഹൽ ഓർമ്മ വരണം. PC മഹൽനോബിസ് ആണ്. അടുത്തത്, സുഭാഷ് ചന്ദ്രബോസ് കോൺഗ്രസ് പ്രസിഡന്റ് ആയിരിക്കെ 1938 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സംഘടിപ്പിച്ച നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷനായി ആരെയാണ് ചുമതലപ്പെടുത്തിയത്? ആരെയാണ് ഈ കമ്മിറ്റിയുടെ, അതായത് നമ്മുടെ ആസൂത്രണ സമിതിയുടെ അല്ലെങ്കിൽ പ്ലാനിംഗ് കമ്മീഷൻ അല്ല, പ്ലാനിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷനായിട്ട് ആരെയാണ് ചുമതലപ്പെടുത്തിയത്? ജവഹർലാൽ നെഹ്റുവിനെയാണ് അല്ലെ ചുമതലപ്പെടുത്തിയത്. ആരായിരുന്നു സെക്രട്ടറി? KT ഷാ ആയിരുന്നു സെക്രട്ടറി. അടുത്തത്, ദേശീയ ആസൂത്രണ സമിതി എന്ന ആശയം മുന്നോട്ട് വെച്ച ശാസ്ത്രജ്ഞൻ ആര്? ഏത് ശാസ്ത്രജ്ഞനാണ് ഇങ്ങനെ ഒരു ആസൂത്രണ സമിതി എന്നുള്ള ആശയം മുന്നോട്ട് വെച്ച്? നമ്മൾ പറഞ്ഞൂലേ, ആരാണ്? മേഘനാഥ് സാഹ എന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞനാണ് ദേശീയ ആസൂത്രണ സമിതി എന്നുള്ള ആശയം മുന്നോട്ട് വെച്ചത്. അടുത്തത്, പ്ലാനഡ് എക്കണോമി ഫോർ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് ആരാണ്? പ്ലാനഡ് എക്കണോമി ഫോർ ഇന്ത്യ എന്നുള്ളത് M വിശ്വേശ്വരയ്യാണ് അല്ലെ. അടുത്തത്, ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സ്ഥാപകൻ ആര്? ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സ്ഥാപകൻ ആരാണ്? PC മഹൽനോബിസ് ആണ്. അപ്പൊ നമ്മൾ പറഞ്ഞ ഭാഗത്തു നിന്നും ഇത്ര ചോദ്യങ്ങളാണ് ആദ്യ ഭാഗത്ത് തന്നിട്ടുള്ളത്. അടുത്ത് നമുക്ക് ഓടിച്ചൊന്ന് നമ്മുടെ ബോംബെ പ്ലാനും ഇതൊക്കെ ഒന്ന് പറഞ്ഞിട്ട് വരാം. അപ്പൊ 1944 ബോംബെ പ്ലാൻ വരുന്നത്. നമ്മുടെ കുറച്ച് വ്യവസായികളിൽ, എത്ര വ്യവസായികളാണ്? 8 വ്യവസായികൾ, ബോംബെയിലെ 8 വ്യവസായികൾ ചേർന്നിട്ടാണ് ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ടാക്കുന്നത്. അപ്പൊ ഇതിൽ ഉള്ള വ്യവസായികളെ നമ്മൾ അറിഞ്ഞിരിക്കണം. ചോദിച്ചിട്ടുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട വ്യവസായികൾ ആര്, അല്ലെങ്കിൽ ഇതിൽ പെടാത്ത വ്യവസായി ആര് അല്ലെ, എന്നിങ്ങനെയൊക്കെ ചോദ്യങ്ങൾ PSC ചോദിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിലെ വ്യവസായികൾ ഒന്ന് അറിഞ്ഞിരിക്കണം. അപ്പൊ ഒന്നാമത്തെ വ്യവസായി നമുക്ക് ആർക്കും സംശയമില്ലാത്ത 2 ആളുകളുണ്ട്. ഒന്ന് ടാറ്റയും ബിർളയും അല്ലെ. ടാറ്റ, ബിർള പണ്ടത്തെ തന്നെയുള്ള പ്രമുഖ വ്യവസായികളാണ്. അപ്പൊ ഇവർ രണ്ടുപേരും ഈ ഇതിലുണ്ട്. ഒന്ന് ടാറ്റ എന്ന് പറയുമ്പോൾ ഏത് ടാറ്റയാണ്? JRD ടാറ്റ. അതേപോലെ ബിർള എന്ന് പറയുമ്പോൾ GD ബിർള. അപ്പോൾ JRD ടാറ്റയും ഉണ്ട്, GD ബിർളയും ഉണ്ട്. ഇനിയുള്ള പേരുകൾ എന്ന് പറയുന്നത് പഠിച്ചു വെക്കാൻ വേണ്ടി ഞാൻ എനിക്ക് പറ്റുന്ന ഒരു കോഡ് പറയാണ്. നിങ്ങൾക്കത് പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചിന്തിച്ചാൽ കുറച്ചും കൂടി എളുപ്പത്തിൽ ഓർത്ത് വയ്ക്കാൻ സാധിക്കും. അതായത് നമ്മൾ വ്യവസായം അല്ലെ, ഇത് വ്യവസായത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ളൊരു പ്ലാൻ ആയിരുന്നു. ബോംബെ പ്ലാൻ എന്ന് പറയുന്നത് ശരിക്കും വ്യവസായത്തിനാണ് പ്രാധാന്യം നൽകിയത്.
വ്യവസായ മേഖലയിൽ 500% ഒരു വളർച്ചാ നിരക്കാണ് അവർ മുൻകൂട്ടി കണ്ടത്. അതായത് ഇത് തയ്യാറാക്കിയത് 15 വർഷത്തേക്കാണ്. അത് ശ്രദ്ധിക്കുക, 15 വർഷത്തേക്കുള്ള ഒരു പ്ലാൻ ആയിരുന്നു ബോംബെ പ്ലാൻ എന്ന് പറയുന്നത്. 15 വർഷം മുൻകൂട്ടി കണ്ടുകൊണ്ട് അല്ലെ 15 വർഷത്തേക്കുള്ള ഒരു പ്ലാനാണ് അവർ തയ്യാറാക്കിയത് ബോംബെ പ്ലാൻ എന്ന് പറയുന്നത്. ആ സമയത്ത് പ്രഭു ആയിരുന്ന വേവൽ പ്രഭു ഇത് അംഗീകരിച്ചുകൊണ്ട് മികച്ച ഏറ്റവും നല്ലൊരു പ്ലാനാന്നൊക്കെ പറഞ്ഞു വേവൽ പ്രഭു. പക്ഷെ നമ്മുടെ INC ഒന്നും അംഗീകരിച്ചില്ല. ഈ INC അംഗീകരിക്കാത്തതിന്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞത് തന്നെയായിരുന്നു, ഇത് വ്യവസായ മേഖലയ്ക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകിയത്. നമുക്കറിയാം 1944 എന്നൊക്കെ പറയുമ്പോൾ 1-ാം ലോക മഹായുദ്ധം കഴിഞ്ഞു, 2-ാം ലോക മഹായുദ്ധം അല്ലെ നടന്ന് അവസാനിക്കാൻ പോകുന്നു. ഈ സമയത്ത് നമ്മുടെ ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാരെയും കൂടി ഈ യുദ്ധത്തിലേക്ക് വലിച്ചഴച്ചു ഇട്ടൂലേ. എന്താണ് നമ്മുടെ കഷ്ടപ്പാടുകൾ, ഈ യുദ്ധം സമ്മാനിച്ച കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ദാരിദ്ര്യവും കൊണ്ട് സഹിക്കാൻ പറ്റാത്ത ജനതയാണ് നമ്മുടെ ഇന്ത്യയിലുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ അടുത്തേക്കാണ് ഈ വ്യവസായത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു പദ്ധതി വരുന്നത്. അംഗീകരിക്കുമോ? ഒരിക്കലും അംഗീകരിക്കില്ല. ഇതിന് ശേഷം വരുന്ന പദ്ധതിയുണ്ട്, നമ്മൾ പീപ്പിൾസ് പ്ലാൻ എന്ന് പറഞ്ഞില്ലേ. പീപ്പിൾസ് പ്ലാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജനകീയ പദ്ധതി, MN റോയ് മുന്നോട്ട് വെച്ച പദ്ധതി. എന്തുകൊണ്ടാണ് അതിന് ജനകീയ പദ്ധതി എന്ന് പറയുന്നത്? കാരണം അദ്ദേഹം മുന്നോട്ട് വെച്ചത് കാർഷിക മേഖലയ്ക്കാണ്. ഇതിൽ നിന്നും പുറത്തേക്ക് വരുന്നുണ്ടെങ്കിൽ, ഈ സാമ്പത്തിക ബുദ്ധിമുട്ടിൽ നിന്നും ഇന്ത്യ പുറത്തേക്ക് വരുന്നുണ്ടെങ്കിൽ കാർഷിക മേഖല, അടിസ്ഥാന മേഖലയായിട്ടുള്ള കാർഷിക മേഖല വികസിച്ചേ പറ്റുള്ളൂ. അതിൽ വികസനം അല്ലെങ്കിൽ അതിൽ പുരോഗതി ഉണ്ടായാലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞതാണ്. കാരണം എന്താ വെച്ചാൽ ഇവിടെ വ്യവസായങ്ങൾ കൊണ്ടുവന്നു. വ്യവസായങ്ങൾക്ക് മെച്ചപ്പാടുണ്ടാവണമെന്നുണ്ടെങ്കിൽ അതിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപാദനങ്ങൾ വാങ്ങണം ഇല്ലേ. ഇവിടെ ഉണ്ടാക്കുന്ന സാധനങ്ങൾ വാങ്ങാനുള്ള കസ്റ്റമേഴ്സ് ഇവിടെ ഉണ്ടാവണ്ടേ. ഈ കസ്റ്റമേഴ്സ് എങ്ങനെ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? അവരുടെ കയ്യിൽ പണം വേണം ഇല്ലേ. പണം വേണം. എങ്ങനെയാണ് സാധാരണ ജനങ്ങളുടെ കയ്യിൽ പണം വരാം? സാധാരണ ജനങ്ങളുടെ കയ്യിൽ പണം വരുന്നുണ്ടെങ്കിൽ അവർ കൃഷി ചെയ്യണം, കൃഷി ചെയ്ത് അവർ ഉൽപ്പാദിപ്പിക്കണം അല്ലെ. എങ്കിൽ മാത്രമേ സാധാരണ ജനങ്ങളുടെ കയ്യിൽ പണം വരുള്ളൂ എന്നും, എങ്കിൽ മാത്രമേ ഇവിടെ വ്യവസായങ്ങൾ അവർ ഉൽപ്പാദിപ്പിക്കുന്ന വ്യവസായശാലകളിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളെ വാങ്ങാൻ ഉപഭോക്താക്കൾ ഉണ്ടാകുള്ളൂ അല്ലെ. ഇതൊക്കെ കൃത്യമായിട്ട് പറഞ്ഞത് നമ്മുടെ ഏത് പ്ലാനിലാണ്? നമ്മുടെ MN റോയുടെ ജനകീയ പദ്ധതിയിലാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് അതിന് പീപ്പിൾസ് പ്ലാൻ എന്ന് പറയുന്നത്. അതൊക്കെ നമുക്ക് അപ്പം ചർച്ച ചെയ്യാം. അപ്പൊ ഈ നമ്മുടെ ബോംബെ പ്ലാൻ എന്ന് പറയുന്നത് വ്യവസായിക പദ്ധതിയായിരുന്നു. ശരിക്കും വ്യവസായ മേഖലയ്ക്ക് കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ട് ലോഹ നിർമ്മാണവും ഖനനവും അങ്ങനത്തെ വ്യവസായങ്ങൾക്ക്, സിമെന്റ് അങ്ങനത്തെ എല്ലാ വ്യവസായങ്ങൾക്കും കൂടുതൽ പ്രാധാന്യം, കൃഷിക്ക് ഒട്ടും പ്രാധാന്യം നൽകിയില്ല എന്നല്ല പറയുന്നത്. കൃഷിക്കാണെങ്കിലും സേവന മേഖലയ്ക്കാണെങ്കിലും വിദ്യാഭ്യാസത്തിനൊക്കെ പ്രാധാന്യം നൽകിയിട്ടുണ്ടായിരുന്നു. പക്ഷെ കൂടുതൽ പ്രാധാന്യം എന്തിന് തന്നെയായിരുന്നു? വ്യവസായത്തിന് തന്നെയായിരുന്നു. കാർഷിക മേഖലയ്ക്ക് വേണ്ടിയിട്ട് ഈ ഭൂപരിഷ്കരണം നടപ്പിലാക്കണം. വിദ്യാഭ്യാസ മേഖലയിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുതിർന്നവരുടെ വിദ്യാഭ്യാസവും, കുട്ടികളുടെ പ്രാഥമിക വിദ്യാഭ്യാസം മാത്രമല്ല മുതിർന്നവരുടെ വിദ്യാഭ്യാസത്തിനും കൂടി പ്രാധാന്യം നൽകിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതിനൊക്കെ നൽകിയാലും ഏറ്റവും കൂടുതൽ പ്രാധാന്യം വ്യവസായത്തിന് തന്നെയാണ് നൽകിയിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതുകൊണ്ടാണ് മെയിനായിട്ടും നമ്മുടെ INC ഉള്ള പോലുള്ള സംഘടന ഇതിനെ അംഗീകരിക്കാതിരുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് എന്താണ്? ഇതിലെ ബാക്കിയുള്ള അംഗങ്ങളെ പഠിക്കാൻ അല്ലെ. ബോംബെ പ്ലാൻ തയ്യാറാക്കിയത് 8 പേര് ചേർന്നിട്ടാണ്. ആ 8 അംഗങ്ങളുടെ പേരാണ് നമ്മൾ പറഞ്ഞു വന്നത്. അവിടെ നിന്നാണ് ഇങ്ങോട്ട് പോകുന്നത്. അതിൽ ഒന്നാമത്തെ പറഞ്ഞു നമ്മൾ ടാറ്റ, രണ്ടാമത്തത് ബിർള അല്ലെ. ടാറ്റ എന്ന് പറയുമ്പോൾ JRD ടാറ്റ, ബിർള എന്ന് പറയുമ്പോൾ JD ബിർള. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ഇത് ഇതിന് പ്രാധാന്യം നൽകിയ പദ്ധതിയാണ് അല്ലെ. അപ്പൊ ഈ വ്യവസായം എന്ന് പറയുമ്പോൾ നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു വ്യവസായം എന്താണ്? അല്ലെങ്കിൽ കേരളത്തിന് ഏറ്റവും കൂടുതൽ ലാഭം കിട്ടുന്നത് എന്തിൽ നിന്നാണ്? മദ്യത്തിൽ നിന്നാണല്ലോ. മദ്യ വിൽപ്പനയിൽ നിന്നാണ് കേരളത്തിന് ഏറ്റവും കൂടുതൽ ലാഭം കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് വ്യവസായം എന്ന് പറയുമ്പോൾ എനിക്ക് മദ്യവുമായിട്ടാണ് കണക്ട് ചെയ്യാൻ കൂടുതൽ എളുപ്പം തോന്നിയത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കണക്ട് ചെയ്തത്. നിങ്ങൾ കിട്ടുമെന്ന് നോക്കാം. അതായത് ഈ നമ്മൾ എല്ലാ ദേശത്തിലും ഹർദേശ് അല്ലെ, നമ്മ എല്ലാ ദേശത്തിൽ നിന്നുള്ളത് ഹർദേശമേയും എല്ലാ ദേശത്തിലും ഈ പുരുഷന്മാര് മദ്യപിച്ച് മത്തായി കഴിഞ്ഞാൽ, ഇത് കോഡിന് വേണ്ടി മാത്രം പറയുന്നതാണ്. പുരുഷന്മാര് മദ്യപിച്ച് മത്തായി കഴിഞ്ഞാൽ പിന്നെ അവര് പലരും ഈ ലാല് അല്ലെ, മോഹൻലാലിന്റെ കഥാപാത്രങ്ങളായി മാറും. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇല്ലേ, 6-ാം തമ്പുരാന്, അതേപോലെ തന്നെ നരസിംഹം, അങ്ങനത്തെ കഥാപാത്രങ്ങളൊക്കെ ആയി മാറും. രാവണപ്രഭു അല്ലെ, രാവണപ്രഭുവിലൊക്കെ കണ്ടിട്ടില്ലേ? മിക്ക ആ ഒരു സമയത്ത് ഇറങ്ങിയ മിക്ക കഥാപാത്രങ്ങളിലും അങ്ങനെയാണല്ലേ, അല്പം മദ്യപിച്ച് ഒരു ഇത് കാണിക്കുന്നത് അല്ലെ, ഒരു വീരത്വം കാണിക്കുന്ന ഒരു കഥാപാത്രങ്ങളാണ്. അപ്പൊ ആ സമയത്ത് അതുകൊണ്ട് തന്നെ മിക്ക പുരുഷന്മാർക്കും അങ്ങനത്തെ ഒരു കഥാപാത്രങ്ങളായി മാറാം. അങ്ങനെ ഒരു കഥാപാത്രങ്ങളായി മാറിയിട്ട് ഈ മോഹൻലാലിന്റെ കഥാപാത്രങ്ങളായി മാറി ഭയങ്കര ഷോ കാണിക്കലായിരിക്കും പിന്നീട്. ഒരു കോഡിന് വേണ്ടി മാത്രം പറഞ്ഞാണ്. അപ്പൊ എന്താണ് പറഞ്ഞത്? എല്ലാ ദേശത്തിലും ഹർ ദേശമേയും ഈ പുരുഷന്മാരെല്ലാവരും
എല്ലാവരും മദ്യപിച്ച് മത്തായി കഴിഞ്ഞാൽ, വെറുതെ ഇത്തിരി മദ്യപിച്ചാലല്ല, മദ്യപിച്ച് മത്തായി കഴിഞ്ഞാൽ മോഹൻലാലിന്റെ കഥാപാത്രങ്ങളായി മാറിയിട്ട് പിന്നെ ഭയങ്കര ഷോ ആയിരിക്കും. അല്ലാത്ത സമയത്തൊക്കെ ഇവർ ശ്രീരാമദേവനെ പോലെ ഭയങ്കര എന്താണ് നല്ല സൽപുരുഷന്മാരായിരിക്കും, ഭയങ്കര ഡീസൻ്റ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. എല്ലാം ഇവർ മദ്യപിച്ച് മത്തായി കഴിഞ്ഞാൽ പിന്നെ അപ്പം മോഹൻലാലിന്റെ കഥാപാത്രങ്ങളായിട്ട് ഭയങ്കര ഷോ ആയിരിക്കും, അല്ലെ, ഷോ ഓഫ് ആയിരിക്കും. അപ്പൊ ഇത് നിങ്ങളുടെ മനസ്സിലേക്ക് ഈ വ്യവസായവുമായി ബന്ധപ്പെട്ട് ഇതിനൊന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവരുടെ പേരും ഓർത്തെടുക്കാൻ സാധിക്കും. ആദ്യം പറഞ്ഞ രണ്ടുപേരെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, ഒന്ന് ടാറ്റ പിന്നെ ഒന്ന് ബിർല. അതിനുശേഷം അല്ലെ എല്ലാ ദേശത്തിലും ഹർദേശിമയും, ഹർദേശിർ ദലാൽ, ഹർദേശിർ ദലാൽ, ഹർദേശിമയം എന്നതിൽ നിന്നും ഹർദേശിർ ദലാൽ ഒരു വ്യക്തി. എല്ലാ പുരുഷന്മാരും അല്ലെ, പുരുഷന്മാർ എന്നതിൽ നിന്നും പുരുഷോത്തം താക്കൂർ ദാസ്, പുരുഷോത്തം താക്കൂർ ദാസ്. പിന്നെ മദ്യപിച്ച് മത്തായി കഴിഞ്ഞാൽ, മത്തായി എന്നതിൽ നിന്നും തന്നെ ജോൺ മത്തായി, നമ്മുടെ ഇതിലുണ്ടായിരുന്ന ഏക മലയാളിയാണ് ജോൺ മത്തായി എന്ന് പറയുന്നത്. അപ്പൊ ജോൺ മത്തായി, മത്തായി കഴിഞ്ഞാൽ ഇവരെന്താണ്, ഇവര് മോഹൻലാലിന്റെ കഥാപാത്രങ്ങളാവും അല്ലെ, ലാലിന്റെ കഥാപാത്രങ്ങൾ. അതിന് ലാൽബായ്, വെറും ലാൽബായ് അല്ല, കസ്തൂർബായ് ലാൽബായ് ആണ്, കസ്തൂർബായ് ലാൽബായി, കസ്തൂർബായ് ലാൽബായി. എന്നിട്ട് എന്താണ്, ഇവർ ഭയങ്കര ഷോ ആയിരിക്കും അല്ലെ, അതിൽ നിന്നും ഷ്രോഫ്, AD ഷ്രോഫ്, AD ഷ്രോഫ്. പിന്നെന്താണ്, അല്ലാത്ത സമയത്തൊക്കെ ഇവര് ശ്രീരാമൻ അല്ലെ, ശ്രീരാമദേവനെ പോലെ നല്ല ഭയങ്കര ഡീസന്റ് ആയിരിക്കും. അതിൽ നിന്നും ലാലാ ശ്രീരാം, ലാലാ ശ്രീരാം. ഈ 8 പേരാണ് ഈ ബോംബെ പ്ലാൻ തയ്യാറാക്കിയത്. അപ്പൊ ബോംബെ പ്ലാൻ കേൾക്കുമ്പോൾ തന്നെ വ്യവസായ പദ്ധതിയാണ്. അപ്പൊ വ്യവസായം എന്ന് പറയുമ്പോൾ നമുക്ക് ടാറ്റനെയും ബിർളനെയും അവിടെ കൊണ്ടുവന്ന് വയ്ക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പൊ നമുക്ക് ഇവിടെ കേരളത്തിലെ വ്യവസായം എന്താണ്, മദ്യപാനമാണ് അല്ലെ, അല്ലെങ്കിൽ മദ്യവിൽപ്പനയാണ് ഇവിടുത്തെ വ്യവസായം. അപ്പൊ അതുമായി കണക്ട് ചെയ്തിട്ട് എന്താണ്, നമ്മുടെ എല്ലാ ദേശത്തിലും, ഹർദേശിമയും എല്ലാ ദേശത്തിലും ഈ പുരുഷന്മാര് മദ്യപിച്ച് മത്തായി കഴിഞ്ഞാൽ പിന്നെ അവരെ മോഹൻലാലിന്റെ കഥാപാത്രങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ഷോ ആയിരിക്കും, ഭയങ്കര ഷോ ആയിരിക്കും. അല്ലാത്ത സമയത്ത് ഇവർ ശ്രീരാമദേവനെ പോലെ ഭയങ്കര ഡീസന്റ് ആയിരിക്കും എന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. അപ്പൊ ഹർദേശിമയം എന്നതിൽ നിന്നും ഹർദേശിർ ദലാല്, ഹർദേശിർ ദലാല്. എല്ലാ പുരുഷന്മാരും എന്നതിൽ നിന്നും പുരുഷോത്തം താക്കൂർ ദാസ്. മദ്യപിച്ച് മത്തായി കഴിഞ്ഞാൽ എന്നതിൽ നിന്നും ജോൺ മത്തായി. ലാലിന്റെ കഥാപാത്രങ്ങളാണ് അല്ലെ, അപ്പൊ ലാൽബായ്, കസ്തൂർബായ് ലാൽബായ്. ഭയങ്കര ഷോ ആയിരിക്കും എന്നതിൽ നിന്നും AD ഷ്രോഫ്. അല്ലാത്ത സമയത്ത് ഇവർ ശ്രീരാമദേവനെ പോലെയാണ് അല്ലെ, അതിൽ നിന്നും ലാലാ ശ്രീരാം. ഇത്രയും പേരാണ് ബോംബെ പ്ലാൻ തയ്യാറാക്കിയത്. ഇനി ജസ്റ്റ് ഇപ്പോൾ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് അല്ല, അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഓടിച്ചൊന്ന് പറയാണ് ഈ ബോംബെ പ്ലാനിനെ കുറിച്ചിട്ട്. നമ്മൾ പറഞ്ഞല്ലോ വ്യവസായത്തിന് പ്രാധാന്യം നൽകിയ പദ്ധതിയാണ്, 15 വർഷത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണ്, 15 വർഷത്തിന് വേണ്ടി തയ്യാറാക്കിയ പദ്ധതിയാണ്. ഇതിൽ നമ്മൾ എല്ലാത്തിനും പ്രാധാന്യം, അതായത് വിദ്യാഭ്യാസത്തിനാണെന്നുണ്ടെങ്കിലും കാർഷിക മേഖലയ്ക്കാണെങ്കിലും ഒക്കെ പ്രാധാന്യം, സേവന മേഖലയ്ക്കൊക്കെ പ്രാധാന്യം നൽകിയിരുന്നു. പക്ഷെ കൂടുതലും വ്യവസായിക മേഖലയ്ക്കാണ് പ്രാധാന്യം നൽകിയത്. വ്യവസായ മേഖല എന്ന് പറയുമ്പോൾ ഊർജം, ഖനനം, ലോഹ നിർമ്മാണം, എഞ്ചിനീയറിംഗ്, രാസവസ്തുക്കൾ, ആയുധങ്ങൾ, ഗതാഗതം, സിമന്റ് ഇങ്ങനത്തെ അടിസ്ഥാന വ്യവസായങ്ങളുടെ എല്ലാത്തിനും വികസനത്തിനാണ് ഇവർ കൂടുതലും പ്രാധാന്യം നൽകിയതെന്ന് ഓർത്തിരിക്കുക. പിന്നെ വിദ്യാഭ്യാസമാണെങ്കിൽ ഈ പ്രൈമറി വിദ്യാഭ്യാസം, സെക്കൻഡറി വിദ്യാഭ്യാസം, വൊക്കേഷണൽ വിദ്യാഭ്യാസം, സർവകലാശാല വിദ്യാഭ്യാസം പ്ലസ് മുതിർന്നവരുടെ വിദ്യാഭ്യാസം കൂടി ഇവർ എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ എന്താണ്, നമ്മുടെ കാർഷിക മേഖലയ്ക്ക് വേണ്ടിയിട്ട് ഭൂപരിഷ്കരണം കൊണ്ടുവരണം എന്നുള്ള കാര്യവും ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇതൊക്കെ ഇതിലുണ്ടായിരുന്നു എങ്കിലും എന്താണ്, നമ്മുടെ INC ഇതിനെ എതിർത്തു. പ്രത്യേകിച്ച് ജവഹർലാൽ നെഹ്റു ഒന്നും തന്നെ ഇതിനെ അംഗീകരിച്ചില്ല. പക്ഷെ വേവൽ പ്രഭു എന്താണ് പറഞ്ഞത്, രാജ്യത്തിന്റെ സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് ഉപയോഗപ്രദവും നവീനവുമായ ഒരു സമീപനമാണ് ബോംബെ പ്ലാൻ ആസൂത്രണം ചെയ്യുന്നത് അല്ലെ, നല്ലതാണ് എന്നാണ് പറഞ്ഞത്. രാജ്യത്തിന്റെ സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് ഉപയോഗപ്രദവും നവീനവുമായ ഒരു സമീപനമാണ് ബോംബെ പ്ലാൻ ആസൂത്രണം ചെയ്യുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതേപോലെ തന്നെ ഈ ബോംബെ പ്ലാൻ അംഗീകരിച്ചത് FICCI എന്ന് വെച്ചാൽ ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബേഴ്സ് ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി. ജസ്റ്റ് കേട്ടാൽ മതി, ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബേഴ്സ് ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി. ഇതിന്റെ വാർഷിക യോഗത്തിൽ വെച്ചിട്ടാണ് ഈ ബോംബെ പ്ലാന് അംഗീകരിച്ചത് എന്നും കൂടി ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. അതേപോലെ തന്നെ ഇതിൽ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതിൽ ഇങ്ങനെ പറയുന്നുണ്ട്, അതായത് ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഓരോ വ്യക്തിയുടെയും മിനിമം ആവശ്യങ്ങൾ നിറവേറ്റിയതിന് ശേഷം ഓരോ വ്യക്തിയുടെയും
മിനിമം ആവശ്യങ്ങൾ നിറവേറ്റിയതിന് ശേഷം ജീവിത ആസ്വാദനത്തിനും സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കും ആവശ്യമായ വിഭവങ്ങൾ അവശേഷിക്കുന്ന തരത്തിൽ ദേശീയ വരുമാനത്തെ ഉയർത്തണം എന്നുള്ളതായിരുന്നു ഇതിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നുണ്ട്. അതായത് ഒരു മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുക. അടിസ്ഥാന ആവശ്യം എന്ന് പറയുമ്പോൾ ഭക്ഷണം, അല്ലെ, പാർപ്പിടം, ആരോഗ്യം, വിദ്യാഭ്യാസം, ഇങ്ങനത്തെ അടിസ്ഥാന ആവശ്യങ്ങളൊക്കെ നൽകിയതിന് ശേഷം ബാക്കി വരുമാനം വേണം. എന്തിന് വേണം? അതായത് ജീവിതത്തിന്റെ ആസ്വാദനത്തിനും സാംസ്കാരിക പ്രവർത്തനത്തിനും വേണ്ടിയിട്ട് മാറ്റിവെക്കാൻ കഴിയുന്ന രീതിയിൽ ദേശീയ വരുമാനത്തെ ഉയർത്തണം എന്നുള്ളതായിരുന്നു ഈ പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നുണ്ട്. ഇത് 15 വർഷത്തേക്കുള്ള ഒരു പ്രോഗ്രാം ആയിരുന്നു. അതേപോലെ തന്നെ 10,000 കോടി രൂപയാണ് ഇതിന്റെ പ്രവർത്തന ചെലവ് എന്ന് അന്ന് കണക്കാക്കിയിരുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇതിനെ ഇന്ത്യയുടെ സാമ്പത്തിക വികസന പദ്ധതിയെ കുറിച്ചുള്ള ഒരു ഹ്രസ്വ മെമ്മോറാൻഡം, എ ബ്രീഫ് മെമ്മോറാൻഡം, ആ വാക്ക് ശ്രദ്ധിച്ചാൽ മതി, ഇത്രയും ശ്രദ്ധിച്ചില്ലെങ്കിലും ഇന്ത്യയുടെ സാമ്പത്തിക വികസന പദ്ധതിയെ കുറിച്ചുള്ള ഒരു ഹ്രസ്വ മെമ്മോറാൻഡം എന്ന് അറിയപ്പെട്ടിരുന്നു. പിന്നെ അതേപോലെ തന്നെ ഇതിന്റെ ഈ പദ്ധതി പ്രകാരം ഒരു 15 വർഷം കഴിയുമ്പോൾ ഓരോ പ്രതിശീർഷ വരുമാനം എന്ന് വെച്ചാൽ എന്താണ്? ഓരോ വ്യക്തിയുടെയും വരുമാനം, അല്ലെ? പ്രതിശീർഷ വരുമാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തം നാഷണൽ ഇൻകത്തെ, മൊത്തം ദേശീയ വരുമാനത്തെ എന്തുകൊണ്ട് ഹരിക്കണം? നമ്മുടെ ജനസംഖ്യ കൊണ്ട് ഹരിക്കണം. അപ്പോൾ ഓരോ വ്യക്തിയുടെയും വരുമാനം കിട്ടും, അല്ലെ? അങ്ങനെ ഓരോ വ്യക്തിയുടെയും വരുമാനം അഥവാ പ്രതിശീർഷ വരുമാനം അഥവാ ആളോഹരി വരുമാനം എന്നൊക്കെ പറയും. അത് എത്രയാക്കിയിട്ട് ഇരട്ടിയാക്കി മാറ്റണം. അതേപോലെ നാഷണൽ ഇൻകം, ദേശീയ വരുമാനത്തെ 3 ഇരട്ടിയാക്കി മാറ്റണം. ഈ 15 വർഷത്തെ ഈ പ്ലാൻ കഴിയുമ്പോൾ പ്രതിശീർഷ വരുമാനം ഇരട്ടിയും നാഷണൽ ഇൻകം, ദേശീയ വരുമാനത്തെ 3 ഇരട്ടിയാക്കണം എന്നുള്ളതും ഇതിന്റെ ലക്ഷ്യമായിരുന്നു. അപ്പൊ സ്റ്റേറ്റ്മെന്റ് ടൈപ്പിൽ വന്നാലോ എന്ന് വെച്ച് പറഞ്ഞതാണ്. ഇത്രയും കൂടി ഒന്ന് ജസ്റ്റ് കേട്ടിരിക്കുക, പഠിക്കുന്നു വേണ്ട. ഒന്ന് നിങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റ് ടൈപ്പിൽ വന്നാൽ ഓർമ്മ കിട്ടണം, അതിനുവേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. പിന്നെ അടുത്തത് വരുന്നത് ഗാന്ധിയൻ പ്ലാൻ ആണ്. അപ്പൊ 1944 ബോംബെ പ്ലാൻ വരുന്നത്. 1944 തന്നെയാണ് ഗാന്ധിയൻ പ്ലാനും വരുന്നത്. അപ്പോൾ അതിനുശേഷമാണ് പിന്നെ 1945 നമ്മുടെ ജനകീയ പദ്ധതി, അല്ലെ, പീപ്പിൾസ് പ്ലാന് വരുന്നത്. അപ്പൊ ഗാന്ധിയൻ പദ്ധതി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, അല്ലെ, ഗാന്ധിയൻ ആയിട്ടുള്ള ഒരാളായിരിക്കും ആ പദ്ധതി കൊണ്ടുവന്നത്. ആരാണ് കൊണ്ടുവന്നത്? SN അഗർവാൾ ആണ് ഈ പദ്ധതി തയ്യാറാക്കിയത്. ആരാണ് ഗാന്ധിയൻ പദ്ധതി തയ്യാറാക്കിയത്? SN അഗർവാൾ ആണ് പദ്ധതി തയ്യാറാക്കിയത്. അപ്പൊ നമുക്ക് ഗാന്ധിയൻ പദ്ധതി എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം, അതിൽ മെയിൻ ആയിട്ടും കുടിൽ വ്യവസായങ്ങൾക്ക് പ്രോത്സാഹനം നൽകും. അതേപോലെ തന്നെ ട്രസ്റ്റിഷിപ്പ് എന്നുള്ളൊരു ആശയത്തെ, അല്ലെ, ട്രസ്റ്റിഷിപ്പ് എന്നുള്ള ആശയം കൊണ്ടുവന്നത് ഈ ഗാന്ധിയൻ പദ്ധതിയിലാണ്. ട്രസ്റ്റിഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാലോ? അതായത് ഒരാളും ഉടമകൾ ഉണ്ടാവില്ല വ്യവസായങ്ങൾക്ക്, അല്ലെങ്കിൽ സംരംഭങ്ങൾക്കൊന്നും ഒരു ഉടമ ഉണ്ടാവില്ല, അല്ലെ? ഒരു ലാഭേച്ഛ എന്നുള്ളൊരു സംഭവം ഇല്ല. ഒരു ട്രസ്റ്റി പോലെ പ്രവർത്തിച്ചിട്ട് ഇത് ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുക. നമ്മൾ അവിടെ പ്രൊഡക്റ്റ് ഉണ്ടാക്കേണ്ടത് എന്ത് നോക്കിയിട്ട് വേണം? ജനങ്ങളുടെ ആവശ്യം മനസ്സിലാക്കിക്കൊണ്ട്, ജനങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് വേണം പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതൊരിക്കലും ആർക്ക് കൈമാറാൻ പാടില്ല? അനന്തരാവകാശിക്ക്, അല്ലെ? ഇപ്പൊ നമ്മൾ എങ്ങനെയാണ് ഒരു കമ്പനിയുടെ ഇപ്പോൾ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അടുത്തത് അതിന്റെ ചുമതല അയാളുടെ അനന്തരാവകാശികൾക്കായിരിക്കും, അല്ലെ? അങ്ങനത്തെ ഒരു സംഭവം വരാൻ പാടില്ല. ട്രസ്റ്റി എന്നുള്ള രീതിയിൽ മാത്രം, അതിന്റെ പുരോഗതിക്ക് മാത്രം, ജനങ്ങളുടെ നന്മ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് പ്രവർത്തിക്കുക എന്നൊക്കെ ഉള്ളതായിരുന്നു ട്രസ്റ്റിഷിപ്പ് എന്നുള്ളതിന്റെ ആശയം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇപ്പൊ നമ്മൾ സമൂഹത്തിലെ മാന്യമായി ജീവിക്കാൻ വേണ്ടിയിട്ട് കുറഞ്ഞ വേതനം നിശ്ചയിക്കുന്ന പോലെ തന്നെ ഒരാൾക്ക് നൽകേണ്ട മാക്സിമം, പരമാവധി വേതനവും നിശ്ചയിക്കപ്പെടണം എന്ന് പറയുന്നത് ട്രസ്റ്റിഷിപ്പ് ആശയത്തിലാണ്. അപ്പൊ ട്രസ്റ്റിഷിപ്പ് ആശയം എന്ന് പറഞ്ഞാൽ ഗാന്ധിയൻ ആശയങ്ങളാണ് മെയിൻ ആയിട്ട് വരുന്നത്. ഏറ്റവും പ്രധാനം എന്താണ്? ഒരു മുതലാളിക്ക് ഉടമസ്ഥാവകാശം ഉണ്ടാകില്ല. ഒരു മുതലാളി എന്ന് പറഞ്ഞാൽ ഒരു ഉടമയല്ല, അയാൾ ഒരു ട്രസ്റ്റി പോലെ, നമ്മളിപ്പോൾ അമ്പലങ്ങളിലൊക്കെ പറയില്ലേ, ട്രസ്റ്റി എന്ന് പറയില്ലേ, എന്താണ്? ആ അമ്പലത്തിന്റെ പുരോഗതിക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നു, അല്ലാതെ ഒരു വ്യക്തിക്ക് അവിടെ ലാഭേച്ഛയില്ല എന്ന് പറഞ്ഞ പോലെ എന്താണ്? ഇതിന്റെ ഉടമകൾ എപ്പോഴും മാറി, അല്ലെ? ട്രസ്റ്റികൾ എപ്പോഴും മാറി വരും, അല്ലാതെ ഒരു ഉടമയില്ല അവിടെ. ഒരു ട്രസ്റ്റി, അതായത് നന്മയ്ക്ക് വേണ്ടി മാത്രം, ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുക. ഒരിക്കലും അവിടെ ഉടമസ്ഥാവകാശമില്ല. ഇനി അയാൾ മരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അതിന്റെ അവകാശം അനന്തരാവകാശിക്ക്, അല്ലെ, അയാളുടെ മക്കൾക്ക് കൈമാറാൻ പാടില്ല എന്നുള്ളത് പ്രധാനമാണ്. അതേപോലെ തന്നെ പ്രൊഡക്റ്റ് ഉണ്ടാക്കേണ്ടത് ഒരു സമൂഹത്തിന്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട്, സമൂഹത്തിന് വേണ്ടിയിട്ടാണ് അവിടെ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത്
ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അല്ലാതെ ഒരിക്കലും ലാഭത്തിന് വേണ്ടിയിട്ടല്ല. ഇന്നത്തെ സമൂഹത്തിൽ ലാഭത്തിന് വേണ്ടിയിട്ടാണ് അല്ലെ. എന്നാൽ ഇത് സമൂഹത്തിന്റെ നന്മയ്ക്ക് അല്ലെങ്കിൽ സമൂഹത്തിന് ആവശ്യമായിട്ടുള്ളത് എന്താണോ അത് മാത്രമാണ് ഉൽപ്പാദിപ്പിക്കേണ്ടത്. അതേപോലെ തന്നെ മാന്യമായിട്ട് ജീവിക്കാൻ വേണ്ടി ഒരു കുറഞ്ഞ വേതനം നിശ്ചയിക്കുന്നത് പോലെ തന്നെ മാക്സിമം വേതനവും ഏറ്റവും കൂടിയ വേതനത്തിന്റെ പരിധിയും നിശ്ചയിക്കപ്പെടണം. ഈ 4 പോയിന്റാണ് മെയിൻ ആയിട്ട് ട്രസ്റ്റിഷിപ്പ് എന്ന ആശയത്തിൽ വരുന്നത്. പിന്നെ നമ്മുടെ ഗാന്ധിയൻ പ്ലാനിൽ വരുമ്പോൾ ബാക്കി ഗാന്ധിയൻ ആശയങ്ങളായിട്ടുള്ള എന്തൊക്കെ വരും? നമ്മുടെ ഈ കുടിൽ വ്യവസായം വരും. അതേപോലെ തന്നെ ഈ നമ്മുടെ മാനുഷിക മൂല്യങ്ങൾ, അഹിംസ, സമത്വം, സഹകരണം, സ്വയം പര്യാപ്തത, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഗാന്ധിയൻ ആശയങ്ങളെല്ലാം ഇതിൽ വരും. അതിൽ മെയിൻ ആയിട്ട് ട്രസ്റ്റിഷിപ്പ് ആണ്, അത് ഓർത്തിരിക്കുക. പിന്നെ അതേപോലെ തന്നെ SN അഗർവാൾ ആണ് ഇതിന് നേതൃത്വം നൽകിയത്. ഇങ്ങനെ ഒരു പ്ലാൻ കൊണ്ടുവന്നത് SN അഗർവാൾ ആണെന്നും ഓർത്തിരിക്കുക. 1944 നടപ്പിലാക്കിയത്. ഇതിന്റെ ചെലവ് മറ്റേത് 10,000 കോടിയാണെങ്കിൽ ഇത് വെറും 3,500 കോടി രൂപയാണ് ഇതിന്റെ ചെലവായിട്ട് അവർ കണ്ടിരുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഗാന്ധിയൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഇത് ഒരുപാട് വിശദീകരിച്ച് പറയുന്നത് സ്റ്റേറ്റ്മെന്റ് ടൈപ്പിൽ വന്നാൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ മനസ്സിൽ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അത്രയേ ഉള്ളൂ. അടുത്തത് നമ്മുടെ ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്നത്. ജനകീയ പദ്ധതി എന്ന് പറഞ്ഞാൽ MN റോയ് ആണല്ലേ അവതരിപ്പിച്ചത്. നമ്മൾ പീപ്പിൾസ് പ്ലാൻ എന്ന് പറയും, അതേപോലെ തന്നെ റാഡിക്കൽ പ്ലാൻ എന്ന് പറയും. അപ്പൊ എന്തൊക്കെ പറയും? നമ്മൾ 1945 നിലവിൽ വന്നതെന്ന് ഓർത്തിരിക്കുക. ഏറ്റവും ആദ്യം വന്നത് ബോംബെ പ്ലാൻ 1944, പിന്നെ വന്നത് നെക്സ്റ്റ് വന്നത് ഗാന്ധിയൻ പ്ലാൻ ആണ് 1944 തന്നെയാണ്. അതിനുശേഷമാണ് നമ്മുടെ ഈ പീപ്പിൾസ് പ്ലാൻ വന്നത് 1945. MN റോയ് ആണ് ഇത് മുന്നോട്ട് വെച്ചത്. ഇതിനെ തന്നെയാണ് എന്തെന്ന് പറയുന്നത്? റാഡിക്കൽ പ്ലാൻ എന്ന് പറയുന്നത്. PSC ചോദിച്ചിട്ടുള്ളതാണ്. റാഡിക്കൽ പ്ലാൻ എന്നറിയപ്പെടുന്നത് ഏത് പ്ലാൻ ആണെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് നമ്മുടെ പീപ്പിൾസ് പ്ലാൻ ആണ് റാഡിക്കൽ പ്ലാൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞു അല്ലെ, കൃഷിക്ക് കൂടുതൽ ഊന്നൽ നൽകിയിട്ടുള്ള പ്ലാൻ ആയിരുന്നു ഈ റാഡിക്കൽ പ്ലാൻ അല്ലെങ്കിൽ പീപ്പിൾസ് പ്ലാൻ. അതുകൊണ്ട് തന്നെയാണ് ജനകീയ പദ്ധതി എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ പ്രധാനമായിട്ടും അവർ എടുത്തു പറഞ്ഞത് എന്തെന്ന് പറഞ്ഞാൽ, ഒരു നമ്മുടെ ഇന്ത്യയുടെ ഇത് പ്രശ്നങ്ങൾ മാറണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സമ്പദ് മേഖലയ്ക്ക് പുരോഗതി ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ ഇത് കാർഷിക മേഖലയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം, അല്ലെങ്കിൽ കാർഷിക ഉൽപാദനം കൂട്ടണം. അതിനു വേണ്ടിയിട്ട് ഭൂമികൾ ദേശസാൽക്കരിക്കണം. കാർഷിക ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനായിട്ട് കൃഷി ഭൂമിയുടെ വിസ്തീർണം കൂട്ടണം. നിലവിലുള്ള സ്ഥലങ്ങളിൽ കൃഷി കൂടുതൽ തീവ്രമാക്കണം. ഇതൊക്കെ പറഞ്ഞത് അതായത് കാർഷിക മേഖലയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് അത് കൃഷി സ്ഥലങ്ങളെല്ലാം ദേശസാൽക്കരണം അല്ലെ, ഭൂമി ദേശസാൽക്കരണം നടത്തണം. കാർഷികോൽപാദനം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഭൂമിയുടെ വിസ്തീർണം കൂട്ടണം, കൂടുതൽ ഏരിയയിൽ കൃഷി ചെയ്യണം, ഉള്ള മേഖലയിൽ ചെയ്യുന്ന മേഖലയിൽ കൂടുതൽ അത് തീവ്രമാക്കണം. ഇതൊക്കെ പറഞ്ഞത് ഏതിലാണ്? റാഡിക്കൽ പ്ലാൻ അഥവാ പീപ്പിൾസ് പ്ലാനിലാണ് പറഞ്ഞത്. അതേപോലെ തന്നെ നമ്മളെ ബോംബെ പ്ലാൻ എന്നുള്ളത് 15 വർഷത്തേക്കായിരുന്നെങ്കിൽ ഇത് 10 വർഷത്തേക്കാണ്. അതും ശ്രദ്ധിക്കണം, 10 വർഷത്തേക്കുള്ള പ്ലാനാണ് തയ്യാറാക്കിയത്. മറ്റേത് 10,000 കോടിയാണെങ്കിൽ ചെലവ് അല്ലെ, ആകെ ചെലവ് 10,000 കോടിയാണെങ്കിൽ ഇവിടെ 15,000 കോടിയാണ്, കൂടുതലാണ്. 15,000 കോടിയാണ് ഇത് ചെലവായിട്ട് കണക്കാക്കിയത്. പിന്നെ അതേപോലെ തന്നെ പറഞ്ഞില്ലേ, അതായത് ഈ കാർഷിക മേഖല പുരോഗമിച്ചാൽ മാത്രമേ ഈ ജനങ്ങളുടെ കയ്യിൽ പണം ഉണ്ടാകുള്ളൂ. ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ഇവിടെ ജനങ്ങളുടെ കയ്യിൽ എന്തുണ്ടാവുള്ളൂ? പണം ഉണ്ടാകുള്ളൂ. അതേപോലെ തന്നെ എല്ലാ വ്യവസായ സംരംഭങ്ങളിൽ നിന്നാണെന്നുണ്ടെങ്കിലും കാർഷിക മേഖലയിൽ നിന്നുള്ള ഔട്ട്പുട്ട് അല്ലെ, നമ്മുടെ ഉൽപാദനം കൂട്ടണം, ഉൽപാദനം കൂട്ടിക്കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞത് ഈ നമ്മുടെ റാഡിക്കൽ പ്ലാൻ അഥവാ പീപ്പിൾസ് പ്ലാനാണെന്ന് ഓർത്തിരിക്കുക. ക്ലാസ് കേട്ട് ബോറടിച്ചോ? നിങ്ങൾ പേടിക്കേണ്ട, നമ്മൾ കഴിയാറായിട്ടാ, നമ്മൾ അവസാനത്തേക്ക് എത്തി തുടങ്ങി. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഓടിച്ചു പറയാണ്. 1931 കറാച്ചി സമ്മേളനത്തിൽ നിന്നാണ് തുടങ്ങിയത് നമ്മളല്ലേ. 1931 കറാച്ചി സമ്മേളനത്തിൽ ഒരു സാമ്പത്തിക നയത്തിനുള്ള പ്രമേയം പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് 1938 നമ്മുടെ സുഭാഷ് ചന്ദ്രബോസിന്റെ നേതൃത്വത്തിൽ നെഹ്റു ചെയർമാനും KT ഷാ സെക്രട്ടറിയുമായിക്കൊണ്ട് ഒരു ആസൂത്രണ സമിതി രൂപീകരിച്ചു. ഉപസമിതികളൊക്കെ കുറെ കാര്യങ്ങളൊക്കെ അവർ പഠിച്ചു, റിപ്പോർട്ടൊക്കെ തയ്യാറാക്കി. എങ്കിലും എന്താണ്, ഒരു ദേശീയ സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ നടപ്പിലാക്കാൻ സാധിക്കുള്ളൂ എന്നൊരു അഭിപ്രായപ്പെട്ടു. അതിനുശേഷം പിന്നെ 1944 2 പദ്ധതികൾ വരാണ്. ആദ്യം തന്നെ വരുന്നത് ബോംബെ പ്ലാൻ ആണ്. ബോംബെ പ്ലാൻ എന്ന് പറയുമ്പോൾ ബോംബെയിലെ 8 വ്യവസായികൾ ചേർന്ന് ഉണ്ടാക്കിയ പ്ലാൻ ആണ്. അതിനുശേഷമാണ് 1944 തന്നെ ഗാന്ധിയൻ പ്ലാൻ വരുന്നത്. അത് ഗാന്ധിയൻ ആശയങ്ങളെ
മുൻനിർത്തിക്കൊണ്ട് ഗാന്ധിയനായിട്ടുള്ള SN അഗർവാൾ അല്ലെ SN അഗർവാൾ രൂപം നൽകിയ ഒരു പ്ലാൻ ആണ് ഗാന്ധിയൻ പ്ലാൻ എന്ന് പറയുന്നത്. ട്രസ്റ്റിഷിപ്പ് ആശയങ്ങൾക്കും കുടിൽ വ്യവസായത്തിനൊക്കെയാണ് അതിൽ കൂടുതൽ പ്രാധാന്യം നൽകിയത്. അത് കഴിഞ്ഞ് തൊട്ട് പിന്നത്തെ വർഷം 1945 പീപ്പിൾസ് പ്ലാൻ അഥവാ ജനകീയ പദ്ധതി ആര് കൊണ്ടുവരാണ്? MN റോയ് കൊണ്ടുവരാണ്. അതിനെ തന്നെയാണ് റാഡിക്കൽ പ്ലാൻ എന്ന് അറിയപ്പെടുന്നത്. കാർഷിക മേഖലയ്ക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകിയത് എന്നൊക്കെ പറഞ്ഞു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇനി 1946-45 കഴിഞ്ഞു. 46 നമുക്കറിയാം ഇവിടെ ഒരു ഇടക്കാല ഗവൺമെന്റ് വന്നു അല്ലെ. നമ്മുടെ നെഹ്റു പ്രധാനമന്ത്രിയും അതേപോലെ തന്നെ സർദാർ വല്ലഭായ് പട്ടേൽ ഉപപ്രധാനമന്ത്രിയും ആയിക്കൊണ്ട് ഇവിടെ ഒരു ഇടക്കാല ഗവൺമെന്റ് വന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടില്ലേ? അങ്ങനെ ഇടക്കാല ഗവൺമെന്റ് വരുമ്പോൾ ഇതേപോലെ തന്നെ ഒരു ആസൂത്രണ ഉപദേശക ബോർഡ്, ഒരു ആസൂത്രണ ഉപദേശക സമിതി എന്നൊക്കെ പറയാം. അവിടെ ഒരു ഉപദേശകം എന്നുള്ളൊരു വാക്കുണ്ടാവും. വേറെ ഒന്നിനും ഈ ഉപദേശകം ഉണ്ടാവില്ല. ഇതില് നമ്മുടെ ഈ ഇടക്കാല ഗവൺമെന്റ് വരുമ്പോൾ ഒരു ആസൂത്രണ ഉപദേശക ബോർഡ് KC നിയോഗിയുടെ അധ്യക്ഷതയിലാണ്, മേൽനോട്ടത്തിലാണ് ഇങ്ങനെ ഒരു ആസൂത്രണ ഉപദേശക ബോർഡ് സ്ഥാപിക്കുന്നത്. ഈ ആസൂത്രണ ഉപദേശക ബോർഡാണ് ഇങ്ങനെ ഒരു ആസൂത്രണ കമ്മീഷൻ, ഇന്ത്യക്ക് ഒരു ആസൂത്രണ കമ്മീഷൻ വേണം എന്നുള്ളൊരു ശുപാർശ മുന്നോട്ട് വെച്ചത് ഈ ആസൂത്രണ ഉപദേശക ബോർഡാണ്. അപ്പൊ 1946 ഇടക്കാല ഗവൺമെന്റ് വരുന്നു. ഇടക്കാല ഗവൺമെന്റ് KC നിയോഗിയെ അധ്യക്ഷനാക്കിക്കൊണ്ട് ഒരു ആസൂത്രണ ഉപദേശക ബോർഡ് നിലവിൽ കൊണ്ടുവരുന്നു. KC നിയോഗി അധ്യക്ഷനായിരുന്നു. ഈ ബോർഡാണ്, ഈ ഉപദേശക ബോർഡാണ് ഇന്ത്യക്ക് ഒരു ആസൂത്രണ കമ്മീഷൻ വേണം എന്നുള്ളൊരു ശുപാർശ വെക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ 1948 ഇന്ത്യയിൽ, സ്വതന്ത്ര ഇന്ത്യയിൽ ഒരു വ്യവസായിക നയം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ സ്ഥിരം PSC ചോദിക്കാറുള്ളതാണ്, സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു വ്യവസായ നയം രൂപവൽക്കരിച്ചത് എന്നെന്ന് എപ്പോഴും ചോദിക്കാറുള്ള ചോദ്യമാണ്. 1948 അതും കൂടി ഓർത്തിരിക്കുക. 1948 നമ്മളൊരു വ്യവസായിക നയം രൂപവൽക്കരിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ 1950 ഒരു സർവോദയ പ്ലാൻ ഉണ്ട്. സർവോദയ പ്ലാൻ എന്ന് പറയുന്നത് ജയപ്രകാശ് നാരായണനാണ് സർവോദയ പ്ലാൻ കൊണ്ടുവരുന്നത്. ഈ സർവോദയ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സർവോദയ എന്ന് പറഞ്ഞ ആശയമുണ്ട്. നമ്മുടെ ആചാര്യ വിനോബ ഭാവെ ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ സർവോദയ എന്ന് പറഞ്ഞ ആശയവും അതേപോലെ തന്നെ ഗാന്ധിയൻ പ്ലാനും കൂടി ചേർത്തുകൊണ്ടുണ്ടാക്കിയതാണ് സർവോദയ പ്ലാൻ എന്ന് പറയുന്നത്. ജയപ്രകാശ് നാരായണനാണ് അത് കൊണ്ടുവന്നത്. അതിൽ നിന്ന് ഇത്ര ചോദിക്കാറുള്ളൂ, എന്നാണ് സർവോദയ പ്ലാൻ കൊണ്ടുവന്നതെന്ന് ചോദിക്കും. 1950 അതേപോലെ തന്നെ ആരാണ് കൊണ്ടുവന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജയപ്രകാശ് നാരായണനാണ്. അപ്പൊ നമ്മൾ 1945 ശേഷം എന്തൊക്കെയാണ് പറഞ്ഞത്? 45 നമ്മുടെ ഇതിന് ശേഷം പീപ്പിൾസ് പ്ലാനിന് ശേഷം 46 ഇടക്കാല ഗവൺമെന്റ് വരാണ്. ഇടക്കാല ഗവൺമെന്റ് ഒരു ആസൂത്രണ ഉപദേശക ബോർഡ് സ്ഥാപിക്കുകയാണ്. ആരുടെ അധ്യക്ഷതയിലാണ്? KC നിയോഗിയുടെ അധ്യക്ഷതയിലാണ്. അതേപോലെ തന്നെ സ്വതന്ത്ര ഇന്ത്യയിൽ നമ്മൾ ആദ്യമായിട്ട് ഒരു വ്യവസായിക നയം കൊണ്ടുവരുന്നത് 1948 അതേപോലെ തന്നെ 1950 സർവോദയ പ്ലാനും കൂടി വരുന്നുണ്ട്. സർവോദയ പ്ലാൻ ആരാണ് കൊണ്ടുവരുന്നത്? ജയപ്രകാശ് നാരായണനാണ് കൊണ്ടുവരുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് 1950 നമ്മുടെ ആസൂത്രണ കമ്മീഷനിലേക്ക് കടക്കാം. ആസൂത്രണ കമ്മീഷൻ അല്ലെ 1950 മാർച്ച് 15, നമ്മുടെ ഡേറ്റും കൂടി പഠിച്ചു വെക്കണം. 1950 മാർച്ച് 15 ആസൂത്രണ കമ്മീഷൻ രൂപീകരിക്കുന്നത് അല്ലെ. എപ്പോഴും നമുക്കറിയാം ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷൻ ആര്, ആദ്യത്തെ ഉപാധ്യക്ഷൻ ആര്? ഇത് സ്ഥിരം ചോദ്യമാണ്. ആദ്യത്തെ അധ്യക്ഷൻ ആരാണ്? ആസൂത്രണ കമ്മീഷന്റെ അധ്യക്ഷൻ എപ്പോഴും പ്രൈം മിനിസ്റ്റർ തന്നെയായിരിക്കും അല്ലെ. പ്രൈം മിനിസ്റ്റർ ആണ്, പ്രധാനമന്ത്രിയാണ് അധ്യക്ഷനായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ഇനി ആദ്യത്തെ ഉപാധ്യക്ഷൻ ആരായിരുന്നു? ഗുൽസാരിലാൽ നന്ദ. അപ്പൊ നെഹ്റുവും നന്ദയും, നന്ദ നെഹ്റു രണ്ടും ഒരു പ്രാസ് ഉണ്ടല്ലോ, അങ്ങനെ പഠിച്ചാൽ മതി. നന്ദ നെഹ്റു. നന്ദ എന്ന് പറയുമ്പോൾ ഗുൽസാരിലാൽ നന്ദയാണ് ആദ്യത്തെ ഉപാധ്യക്ഷൻ എന്ന് പറയുന്നത്. അധ്യക്ഷൻ പിന്നെ നമുക്ക് അറിയാലോ, പ്രധാനമന്ത്രിയാണ്, ജവഹർലാൽ നെഹ്റു ആണ്. അപ്പൊ പ്രധാനമന്ത്രിയാണ് എപ്പോഴും അധ്യക്ഷനായിട്ട് വരുന്നത്, ചെയർമാൻ ആയിട്ട് വരുന്നത്. ഈ ഉപാധ്യക്ഷൻ എങ്ങനെയാണ് വരുന്നത്? ഉപാധ്യക്ഷനെ ക്യാബിനറ്റ് ആണ് സെലക്ട് ചെയ്യുന്നത്. അപ്പൊ ഉപാധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്നത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്യാബിനറ്റ് ആണ്. അപ്പൊ ഇവരാണ് ആദ്യത്തത്. ഇനി അവസാനത്തതോ നമ്മൾ പറഞ്ഞു 2014 ഇതൊക്കെ നമ്മുടെ ആസൂത്രണ കമ്മീഷൻ നിർത്തിയിട്ട് എന്ത് കൊണ്ടുവരും? നീതി ആയോഗ് കൊണ്ടുവരും. നീതി ആയോഗ് നമുക്ക് സെപ്പറേറ്റ് എടുത്ത് പഠിക്കാനുണ്ട്. അപ്പൊ 2014 നമ്മൾ ആസൂത്രണ കമ്മീഷൻ നിർത്താണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും അവസാനത്തെ അധ്യക്ഷനും ഉപാധ്യക്ഷനും ആരാണ്? അവസാനത്തെ അധ്യക്ഷൻ എന്ന് പറയുന്നത് നരേന്ദ്രമോദിയാണ് അല്ലെ. ആ സമയത്തെ പ്രധാനമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിയാണ്
അവസാനത്തെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. ഇനി അവസാനത്തെ ഉപാധ്യക്ഷൻ ആരാണ്? എന്തായാലും പിരിഞ്ഞു പോകല്ലേ, ഇതോടുകൂടി നിർത്തി പോകല്ലേ, നമ്മൾ എന്തെങ്കിലും മധുരം കൊടുത്തു പോകല്ലേ. അപ്പൊ അലുവ കൊടുത്താണ് പോയത്. അലുവ സെറിമണി നിങ്ങൾക്ക് എന്താണെന്ന് അറിയില്ലേ? അത് ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിന് മുമ്പല്ലേ, അത് അവിടെ വരുന്നത്. ഇവിടെ നമ്മൾ കോഡിന് വേണ്ടി പറഞ്ഞതാണ് അലുവ കൊടുത്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഉപാധ്യക്ഷൻ എന്ന് പറയുന്നത് മോണ്ടെക്സിംഗ് അലുവാലിയാണ് അവസാനത്തെ ഉപാധ്യക്ഷൻ എന്ന് പറയുന്നത്. മോണ്ടെക്സിംഗ് അലുവാലിയാണ് അവസാനത്തെ ഉപാധ്യക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ആദ്യത്തെ അധ്യക്ഷൻ നെഹ്റു, ആദ്യത്തെ ഉപാധ്യക്ഷൻ ഗുൽസാരിലാൽ നന്ദ നെഹ്റു. ഇനി അവസാനത്തെ അധ്യക്ഷൻ എന്ന് പറയുന്നത് നരേന്ദ്രമോദിയും അവസാനത്തെ ഉപാധ്യക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ മോണ്ടെക്സിംഗ് അലുവാലിയാണ്. അപ്പൊ അലുവ കൊടുത്തുകൊണ്ട് അവസാനിപ്പിച്ചു. ഇനി ഈ ആസൂത്രണ കമ്മീഷൻ എന്ന് പറയുന്നത് എന്ത് ബോഡിയാണ്? ഇതെന്ന് പറയുന്നത് ഒരു അഡ്വൈസറി ബോഡിയാണ്, ഉപദേശക സമിതിയാണ്. അതായത് ഇത് ശരിക്കും എന്തല്ല, നമ്മുടെ ഭരണഘടനാ സ്ഥാപനമല്ല. നമ്മുടെ ഭരണഘടനയിൽ ആസൂത്രണ കമ്മീഷനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി അഥവാ ഭരണഘടന ഇതല്ല, സ്ഥാപനമല്ല, ഭരണഘടനാ സ്ഥാപനമല്ല. അതേപോലെ തന്നെ ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണെന്നും പറയാൻ സാധിക്കില്ല. കാരണം ഇത് നിയമം വഴിയല്ല ഇതും സ്ഥാപിതമായിരിക്കും. നമ്മൾ നീതി ആയോഗ് ആണെന്നുണ്ടെങ്കിലും അതും നിയമം വഴിയല്ല സ്ഥാപിതമായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു അഡ്വൈസറി ബോഡിയാണെന്നേ പറയാൻ സാധിക്കുള്ളൂ. അഡ്വൈസറി നിയമം വഴി സ്ഥാപിതമായതാണെങ്കിൽ നമ്മൾ അതിനെ സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് പറയും അല്ലേ. അപ്പൊ നമ്മുടെ പ്ലാനിംഗ് കമ്മീഷൻ എന്ന് പറഞ്ഞാലും നീതി ആയോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു അഡ്വൈസറി ബോഡിയാണെന്നേ പറയാൻ പറ്റുള്ളൂ. അതിൽ നീതി ആയോഗിനെ നമ്മൾ പ്രത്യേകിച്ച് തിങ്ക് ടാങ്ക് എന്നുള്ളൊരു വാക്ക് കൊണ്ട് വിശേഷിപ്പിക്കും അല്ലെ. ആസൂത്രണ കമ്മീഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഉപദേശക സമിതി, ഒരു അഡ്വൈസറി ബോഡിയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. അപ്പൊ 1950 ആസൂത്രണ കമ്മീഷൻ വന്നു. അങ്ങനെ ആസൂത്രണ കമ്മീഷനാണ് നമ്മുടെ ഇവിടെ ഇന്ത്യയിലെ ഓരോ വർഷത്തെയും 5 വർഷത്തേക്ക് വേണ്ട പഞ്ചവത്സര പദ്ധതികൾ തയ്യാറാക്കുന്നത്. 1951 മുതൽ ഇവിടെ പഞ്ചവത്സര പദ്ധതികൾ ആരംഭിക്കും. ഒന്നാം പഞ്ചവത്സര പദ്ധതി 1951 ആരംഭിച്ചു. അങ്ങനെ എത്ര പഞ്ചവത്സര പദ്ധതികൾ ഉണ്ടായിരുന്നു? 12 പഞ്ചവത്സര പദ്ധതികൾ ഉണ്ടായിരുന്നു. നമുക്കറിയുന്ന കാര്യമാണ്, 12 പഞ്ചവത്സര പദ്ധതികൾ ഉണ്ടായിരുന്നു. ഇനി അവസാനത്തെ പഞ്ചവത്സര പദ്ധതി 12 ആണെന്നും നമുക്കറിയാം. 2017 അവസാനിച്ചത് എന്നും നമുക്കറിയാം. ഇനി അതേപോലെ തന്നെ ഈ പഞ്ചവത്സര പദ്ധതികൾക്ക് അംഗീകാരം നൽകുന്നത്, അത് നമ്മൾ പറഞ്ഞതാണ് NDC നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിലാണ് പഞ്ചവത്സര പദ്ധതികൾക്ക് അംഗീകാരം നൽകുന്നത്. ഈ NDC എന്നാണ് നിലവിൽ വന്നത് 1952. അതും ഡേറ്റ് പഠിക്കണം, ഓഗസ്റ്റ് 6 1952 ഓഗസ്റ്റ് 6 NDC നിലവിൽ വന്നത്. അപ്പോൾ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് 1950 മാർച്ച് 15. പിന്നത്തെ വർഷം 1951 മുതൽ നമ്മൾ പഞ്ചവത്സര പദ്ധതികൾ ആരംഭിച്ചു. 1952 ഓഗസ്റ്റ് 6 NDC നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ നിലവിൽ വന്നു. പിന്നെ അതേപോലെ തന്നെ ഇത് പല പേരുകളിൽ അറിയപ്പെടും. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, സമാന്തര ക്യാബിനറ്റ്, സൂപ്പർ ക്യാബിനറ്റ്, എക്കണോമിക് ക്യാബിനറ്റ്, അതേപോലെ തന്നെ ദേശീയ വികസനത്തിന്റെ ആണിക്കല്ല്. ഇതൊക്കെ ഇതിന്റെ അപരനാമങ്ങൾ അല്ലെങ്കിൽ വിശേഷണങ്ങളാണ്. നമ്മുടെ ആസൂത്രണ കമ്മീഷന്റെ വിശേഷണങ്ങൾ അഥവാ അപരനാമങ്ങളാണ് എന്തൊക്കെ? സമാന്തര ക്യാബിനറ്റ്, സൂപ്പർ ക്യാബിനറ്റ്, എക്കണോമിക് ക്യാബിനറ്റ്, അതേപോലെ തന്നെ ദേശീയ വികസനത്തിന്റെ ആണിക്കല്ല്. എന്തൊക്കെ പറഞ്ഞു? സമാന്തര ക്യാബിനറ്റ്. അപ്പൊ ചോദിക്കും സമാന്തര ക്യാബിനറ്റ് എന്നറിയപ്പെടുന്നത് ഏതെന്നൊക്കെ ചോദിക്കും. അപ്പൊ സമാന്തര ക്യാബിനറ്റ്, അതേപോലെ സൂപ്പർ ക്യാബിനറ്റ്, സമാന്തര ക്യാബിനറ്റ്, സൂപ്പർ ക്യാബിനറ്റ്, എക്കണോമിക് ക്യാബിനറ്റ്, അതേപോലെ ദേശീയ വികസനത്തിന്റെ ആണിക്കല്ല് എന്നൊക്കെ അറിയപ്പെടുന്നത് എന്താണ്? നമ്മുടെ ഈ ആസൂത്രണ കമ്മീഷനാണ്. എന്നാൽ ഷാഡോ ക്യാബിനറ്റ് എന്നുള്ള പദം എന്തുമായിട്ടാണ്? ഷാഡോ ക്യാബിനറ്റ് എന്നുള്ള എന്തായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ് നിങ്ങൾക്ക് അറിയോ? നമ്മുടെ പ്രതിപക്ഷം നമ്മുടെ പ്രതിപക്ഷത്തെയാണ് ഷാഡോ ക്യാബിനറ്റ് എന്ന് പറയാം. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോകരുത്. ഷാഡോ ക്യാബിനറ്റ് എന്ന് പറഞ്ഞാൽ ഷാഡോ ക്യാബിനറ്റ് എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷമാണ് പറയുന്നത്. എന്നാൽ സൂപ്പർ ക്യാബിനറ്റ്, സമാന്തര ക്യാബിനറ്റ്, അതേപോലെ എക്കണോമിക് ക്യാബിനറ്റ്, ഈ പേരുകളിലൊക്കെ അറിയപ്പെടുന്നത് നമ്മുടെ ഇതാണ്, ആസൂത്രണ കമ്മീഷനാണ്. അതേപോലെ തന്നെ ദേശീയ വികസനത്തിന്റെ ആണിക്കല്ല് എന്നറിയപ്പെടുന്നു. ഇതിന്റെ ആസ്ഥാനം എവിടെയാണ്? നമ്മുടെ ആസൂത്രണ കമ്മീഷന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ന്യൂഡൽഹിയിലെ യോജന ഭവനാണ്. അപ്പൊ നമ്മൾ ആസൂത്രണം ചെയ്യാന്ന് വെച്ചാൽ നല്ലോണം ആലോചിച്ചിട്ടല്ലേ, യോജന നല്ല ആലോചിക്കാല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ യോജന ഭവനാണ്, ന്യൂഡൽഹിയിലെ യോജന ഭവനാണ് ആസൂത്രണ കമ്മീഷന്റെ ആസ്ഥാനം എന്ന് പറയുന്നത്. എന്നാൽ NDCയുടെ ആസ്ഥാനം എന്ന് പറയുന്നതും അതും ന്യൂഡൽഹിയിൽ തന്നെയാണ്. പക്ഷെ അത് വിധാൻ ഭവനാണ് നമ്മുടെ NDCയുടെ ആസ്ഥാനം. അപ്പൊ ആസൂത്രണ കമ്മീഷന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ന്യൂഡൽഹിയിലെ യോജന ഭവനും NDCയുടെ ആസ്ഥാനം
ആസ്ഥാനം എന്ന് പറയുന്നത് ന്യൂഡൽഹിയിലെ തന്നെ വിധാൻ ഭവനാണെന്ന് ഓർത്തിരിക്കുക. ഇനി നമ്മുടെ ഈ ആസൂത്രണ കമ്മീഷൻ പ്രവർത്തനം നിർത്തിയത് 2014 ഓഗസ്റ്റ് 17 ഓഗസ്റ്റ് 17 സ്വാതന്ത്ര്യദിനം കഴിഞ്ഞ് 2 ദിവസം അല്ലെ, 15 കഴിഞ്ഞ് 16 17 2014 ഓഗസ്റ്റ് 17 പ്രവർത്തനം നിർത്തിയത്. ഇനി ഏറ്റവും കൂടുതൽ കാലം ഇതിന്റെ അധ്യക്ഷനായിട്ടിരുന്നിട്ടുള്ളത്, ആസൂത്രണ കമ്മീഷന്റെ അധ്യക്ഷനായിരുന്ന വ്യക്തി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ദിരാഗാന്ധിയാണ്. ഏറ്റവും കൂടുതൽ കാലം ആസൂത്രണ കമ്മീഷന്റെ അധ്യക്ഷനായിരുന്ന വ്യക്തി ഇന്ദിരാഗാന്ധിയാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ കാലം ആസൂത്രണ കമ്മീഷന്റെ ഉപാധ്യക്ഷനായിട്ടിരുന്ന വ്യക്തി ഗുൽസാരിലാൽ നന്ദയാണ്. ഏറ്റവും കൂടുതൽ കാലം ആസൂത്രണ കമ്മീഷന്റെ അധ്യക്ഷനായിരുന്നത് ഇന്ദിരാഗാന്ധിയും ഏറ്റവും കൂടുതൽ കാലം ആസൂത്രണ കമ്മീഷന്റെ ഉപാധ്യക്ഷനായിട്ടിരുന്നിട്ടുള്ളത് ഗുൽസാരിലാൽ നന്ദയാണ്. ഇനി ആസൂത്രണ കമ്മീഷനിൽ അംഗമായിട്ടുള്ള ആദ്യത്തെ വനിത ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ദുർഗാബായ് ദേശ്മുഖ് ആണ് ആസൂത്രണ കമ്മീഷനിൽ അംഗമായ ആദ്യത്തെ വനിത എന്ന് പറയുന്നത്. ആസൂത്രണ കമ്മീഷനിൽ അംഗമായ ആദ്യത്തെ വനിതയുടെ പേരെന്താണ്? ദുർഗാബായ് ദേശ്മുഖ് എന്നുള്ളതാണ്. ഇനി നമുക്ക് നമ്മുടെ ചോദ്യങ്ങളിലേക്ക് വരാം. നമ്മൾ ബാക്കി കുറച്ച് ചോദ്യങ്ങൾ മാത്രം വായിച്ചിട നിർത്തിയില്ലേ, ആ ചോദ്യങ്ങളും കൂടി വായിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഭാഗം കഴിഞ്ഞു. ഇനി നമുക്ക് പഞ്ചവത്സര പദ്ധതികളാണ്, നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഞ്ചവത്സര പദ്ധതികൾ പഠിക്കാനുണ്ട്. അപ്പൊ ചോദ്യങ്ങളിലേക്ക് വരാം. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് എല്ലാതും, അതുകൊണ്ട് വേഗം വായിച്ചു പോകാണ്. ഒന്നാമത്തെ ചോദ്യം, ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്ന വർഷം. ആസൂത്രണ കമ്മീഷൻ എന്നാണ് നിലവിൽ വന്നത്? 1950 അതിന്റെ ഡേറ്റും കൂടിയും ഓർത്തിരിക്കണം. മാർച്ച് 15 1950 മാർച്ച് 15 ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത്. ഇനി ആസൂത്രണ കമ്മീഷനിൽ അംഗമായ ആദ്യ വനിത ആര്? ദുർഗാബായ് ദേശ്മുഖ്. അത് നമ്മൾ പറഞ്ഞാണ് അല്ലെ, ആസൂത്രണ കമ്മീഷനിൽ അംഗമായ ആദ്യ വനിത എന്ന് പറയുന്നത് ദുർഗാബായ് ദേശ്മുഖ് ആണ്. എന്നാൽ ഈ ആസൂത്രണ കമ്മീഷനിൽ അംഗമായ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നർത്തകി നടരാജാണ്. ആദ്യത്തെ ട്രാൻസ്ജെൻഡർ, അത് ഇതിലില്ലേ, നമ്മുടെ ക്വസ്റ്റ്യൻ ഇതിലില്ല ഉള്ളതല്ല, PSC ബുള്ളറ്റിനിൽ ഉള്ളതല്ല, എങ്കിലും ആസൂത്രണ കമ്മീഷനിൽ അംഗമായ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നർത്തകി നടരാജാണ്, തമിഴ്നാട് സ്വദേശിയാണ്. ഇവിടെ ചോദിച്ചിട്ടുള്ളത് ആസൂത്രണ കമ്മീഷനിൽ അംഗമായ ആദ്യ വനിത ദുർഗാബായ് ദേശ്മുഖ് ആണ്. അടുത്ത ചോദ്യം, ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷനാര്? ജവഹർലാൽ നെഹ്റു. ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ ഉപാധ്യക്ഷനാര്? നന്ദ നെഹ്റു. അപ്പൊ ഉപാധ്യക്ഷനാരാണ്? ഗുൽസാരിലാൽ നന്ദയാണ്. ഇനി നാഷണൽ പ്ലാനിംഗ് കൗൺസിൽ നിലവിൽ വന്ന വർഷം നമ്മൾ പറഞ്ഞിട്ടുണ്ടായില്ല. നാഷണൽ പ്ലാനിംഗ് കൗൺസിൽ നിലവിൽ വന്നത് 1965 നാഷണൽ പ്ലാനിംഗ് കൗൺസിൽ നിലവിൽ വന്നത് 1965. അതേപോലെ തന്നെ സംസ്ഥാന ആസൂത്രണ കമ്മീഷൻ, സംസ്ഥാന തലത്തിൽ സംസ്ഥാന ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് 1967 അപ്പൊ അതും നമ്മൾ പറഞ്ഞിട്ടുണ്ടായില്ല, ഇതിലില്ലെങ്കിലും നിങ്ങൾ അതോർത്തേക്ക്. 65 നാഷണൽ പ്ലാനിംഗ് കമ്മീഷൻ അല്ല, കൗൺസിൽ നിലവിൽ വന്നു. നാഷണൽ പ്ലാനിംഗ് കൗൺസിൽ 1965 നിലവിൽ വന്നു. 1967 2 വർഷം കൂടി കഴിഞ്ഞിട്ട് 1967 സംസ്ഥാന ആസൂത്രണ കമ്മീഷൻ നിലവിൽ വരുന്നത്. കേരളത്തിലെ ആദ്യത്തെ ആസൂത്രണ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു? നമ്മുടെ EMS ആയിരുന്നു അല്ലെ, സംസ്ഥാന ആസൂത്രണ കമ്മീഷന്റെ അധ്യക്ഷൻ EMS ആയിരുന്നു. അവസാനത്തത് ഇപ്പോഴത്തേണെങ്കിൽ പിണറായി വിജയനാണ്. അപ്പൊ നമ്മുടെ ചോദ്യം അടുത്തത്, ആസൂത്രണ കമ്മീഷന്റെ ഉപാധ്യക്ഷനെ നിയമിക്കുന്നത് ആരാണ്? ഉപാധ്യക്ഷൻ ആരാണ് നിയമിക്കുന്നത്? ക്യാബിനറ്റ് ആണ് അല്ലെ, ക്യാബിനറ്റ് ആണ് ഉപാധ്യക്ഷനെ നിയമിക്കുന്നത്. എന്നാൽ നമ്മുടെ അധ്യക്ഷനാണെങ്കിലും അധ്യക്ഷൻ എപ്പോഴും പ്രധാനമന്ത്രി തന്നെയായിരിക്കും. അപ്പൊ അത് നിയമിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അധ്യക്ഷൻ എപ്പോഴും പ്രധാനമന്ത്രി ആയിരിക്കും, ഉപാധ്യക്ഷനെ ക്യാബിനറ്റ് ആണ് നിയമിക്കുന്നത്. അടുത്തത് ആസൂത്രണ കമ്മീഷന്റെ ആസ്ഥാനം. ആസൂത്രണ കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയിലെ യോജന ഭവൻ അല്ലെ. എന്നാൽ NDCയുടെ ആസ്ഥാനം ന്യൂഡൽഹിയിലെ വിധാൻ ഭവൻ. രണ്ടും മാറരുത്, യോജന ഭവനാണ് ആസൂത്രണ കമ്മീഷന്റെ അധ്യക്ഷൻ, വിധാൻ ഭവൻ NDCയുടെ ആസ്ഥാനമാണ്. ഇനി ആസൂത്രണ കമ്മീഷന്റെ കണക്കു പ്രകാരം നഗരപ്രദേശങ്ങളിൽ എത്ര കലോറിയിൽ താഴെ പോഷകം ലഭിക്കുന്നവരാണ് ദാരിദ്ര്യം അനുഭവിക്കുന്നവരായിട്ട് കണക്കാക്കപ്പെടുന്നത്? ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അതായത് നമ്മ BPL, ബിലോ പോവർട്ടി ലൈൻ എന്ന് പറയും അല്ലെ, അത് നമ്മുടെ നഗരപ്രദേശത്താണെങ്കിൽ 2100 കലോറിയിൽ താഴെയാണ്. നഗരപ്രദേശത്താവുമ്പോൾ 2100 കലോറിയിൽ താഴെയും, എന്നാൽ ഗ്രാമങ്ങളിലാണെങ്കിൽ 2400 കലോറിയിൽ താഴെയും ഊർജ്ജം ലഭിക്കുന്നവരെയാണ് നമ്മൾ പോഷകം ലഭിക്കുന്നവരെയാണ് നമ്മൾ ബിലോ പോവർട്ടി ലൈൻ എന്ന് പറയാം. അപ്പൊ ഗ്രാമപ്രദേശം എന്ന് പറയുമ്പോൾ ഗ്രാമങ്ങളിലുള്ളവർ മിക്കവരും നന്നായി പണിയെടുക്കുന്നവരല്ലേ, പാടത്തും പറമ്പിലൊക്കെ നന്നായി പണിയെടുക്കുന്നവരാണല്ലേ. അപ്പൊ അവർക്കാണ് കൂടുതൽ കലോറി ഊർജ്ജം വേണ്ടത്. അപ്പൊ 2400 കലോറി ഊർജ്ജം ആർക്ക് വേണം? ഗ്രാമങ്ങളിൽ. അതിൽ താഴെ പോഷണം ലഭിക്കുന്നവരെയാണ് ദാരിദ്ര്യ രേഖ എന്ന് കണക്കാക്കപ്പെടുന്നത്. നഗരപ്രദേശങ്ങളിൽ 2100 കലോറിയും ഗ്രാമങ്ങളിൽ 2400 കലോറിയിലും താഴെയാണെന്ന് ഓർത്തിരിക്കുക. അടുത്തത്, ആസൂത്രണ കമ്മീഷൻ ഏത് തരത്തിലുള്ള സ്ഥാപനമാണ്? ആസൂത്രണ കമ്മീഷൻ ഏത് തരത്തിലുള്ള സ്ഥാപനമാണ്? ഉപദേശക സ്വഭാവമാണ്
അല്ലെ, അഡ്വൈസറി ബോഡിയാണ്. അടുത്തത് ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷന്റെ പ്രവർത്തനം അവസാനിപ്പിച്ചത് എന്നാണ് ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷന്റെ ഇത് അവസാനിപ്പിച്ചത്? 2014 ഓഗസ്റ്റ് 17 അവസാനിപ്പിച്ചത്. ഇന്ത്യയിൽ സാമ്പത്തിക ആസൂത്രണം ആരംഭിച്ച വർഷം, സാമ്പത്തിക ആസൂത്രണം എന്ന് വെച്ചാൽ 5 ഇയർ പ്ലാൻ ആരംഭിച്ചത് 1951 മുതലാണ്. ഏറ്റവും കൂടുതൽ കാലം ആസൂത്രണ കമ്മീഷന്റെ അധ്യക്ഷ പദവി വഹിച്ചത് ആരാണ്? ഏറ്റവും കൂടുതൽ കാലം ആസൂത്രണ കമ്മീഷന്റെ അധ്യക്ഷ പദവി ഇന്ദിരാഗാന്ധിയാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ കാലം ആസൂത്രണ കമ്മീഷന്റെ ഉപാധ്യക്ഷ പദവി ആരാണ്? അത് ഗുൽസാരിലാൽ നന്ദയുമാണ്. അടുത്തത് ആസൂത്രണ കമ്മീഷന്റെ അവസാനത്തെ അധ്യക്ഷൻ ആരാണ്? നരേന്ദ്രമോദിയാണ് അല്ലെ. ആസൂത്രണ കമ്മീഷന്റെ അവസാനത്തെ ഉപാധ്യക്ഷനോ? അത് മോണ്ടെക് സിംഗ് അലുവാലിയാണ്. അലുവ എന്ന് ഓർത്താൽ മതി, അലുവാലിയാണ്. ഇനി സമാന്തര ക്യാബിനറ്റ്, സൂപ്പർ ക്യാബിനറ്റ്, എക്കണോമിക് ക്യാബിനറ്റ് എന്നീ അപരനാമങ്ങളിൽ അറിയപ്പെടുന്ന സ്ഥാപനം ഏതാണ്? ആസൂത്രണ കമ്മീഷനാണ്. അതോടൊപ്പം തന്നെ ഷാഡോ ക്യാബിനറ്റ് ഓർത്തു വയ്ക്കുക, അത് പ്രതിപക്ഷത്തെയാണ് പറയുന്നത്. ഇനി ദേശീയ വികസനത്തിന്റെ ആണിക്കല്ല് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത്, ദേശീയ വികസനത്തിന്റെ ആണിക്കല്ല് ആസൂത്രണ കമ്മീഷൻ തന്നെയാണ്. ആസൂത്രണ കമ്മീഷൻ ആദ്യമായിട്ട് ഹ്യൂമൻ ഡെവലപ്മെന്റ് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ച വർഷം, ശ്രദ്ധിക്കണം, ഇമ്പോർട്ടന്റ് ആണ്. ആദ്യമായിട്ട് ഹ്യൂമൻ ഡെവലപ്മെന്റ് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ച വർഷം 2001 അപ്പൊ ആസൂത്രണ കമ്മീഷൻ ആദ്യമായിട്ട് ഹ്യൂമൻ ഡെവലപ്മെന്റ് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത് 2001. ഇനി നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ NDC നിലവിൽ വന്ന വർഷം 1952 ഓഗസ്റ്റ് 6 1952 ഓഗസ്റ്റ് 6 NDC നിലവിൽ വരുന്നത്. അടുത്തത് പഞ്ചവത്സര പദ്ധതിക്ക് അന്തിമ അംഗീകാരം നൽകുന്നത്, പഞ്ചവത്സര പദ്ധതിക്ക് ആരാണ് അംഗീകാരം നൽകുന്നത്? ഉണ്ടാക്കുന്നത് ആസൂത്രണ കമ്മീഷനാണ് അല്ലെ. ആസൂത്രണം ചെയ്യുന്നത്, പഞ്ചവത്സര പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നത് ആസൂത്രണ കമ്മീഷനാണ്. എന്നാൽ അന്തിമ അംഗീകാരം നൽകുന്നത് NDC ആണ്, നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിലാണ്. ഇനി NDCയുടെ ആസ്ഥാനം ന്യൂഡൽഹിയിലെ വിധാൻ ഭവനാണ്. നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിലിന്റെ ആദ്യത്തെ അധ്യക്ഷൻ ആരാണ്? അതും നെഹ്റു തന്നെയാണ്, ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രി തന്നെയാണ് NDCയുടെയും ആദ്യത്തെ അധ്യക്ഷൻ. അതുകൊണ്ട് തന്നെ ആദ്യത്തെ NDCയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റു ആണ്. ഇനി നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിലിന്റെ ആദ്യത്തെ യോഗം നടന്നത് എന്നാണ് രൂപീകരിച്ചത് എന്നല്ല, ആദ്യത്തെ യോഗമാണ് ചോദിച്ചിരിക്കുന്നത്. അത് നവംബറിലാണ്, 1952 നവംബറിലാണ്. രൂപീകരിച്ചത് 1952 ഓഗസ്റ്റ് 6 എന്നാൽ ആദ്യത്തെ യോഗം നടന്നത് 1952 നവംബറിൽ. അപ്പൊ നമ്മുടെ ഈ PSC ബുള്ളറ്റിലെ ഈ ചോദ്യങ്ങളെല്ലാം തന്നെ അവസാനിച്ചു. നമ്മൾ ആസൂത്രണം, ഇന്ത്യയിലെ ആസൂത്രണവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും SCERT പാഠപുസ്തകങ്ങളിലെ കാര്യങ്ങളും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഇനി എക്സ്ട്രാ ഒന്നും ഇതിൽ ഈ ഭാഗത്ത് ഇല്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. നിങ്ങൾക്ക് ഈ ക്ലാസ് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇനി കൂടുതൽ എന്തെങ്കിലും എൻ്റെ ഭാഗത്തുനിന്ന് മെച്ചപ്പെടുത്താനുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് മറ്റേതെങ്കിലും ടോപ്പിക് എടുത്ത് തരാനുണ്ടെങ്കിൽ നിങ്ങൾ പറയാം, ഞാനത് നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ എൻ്റെ സമയത്തിനനുസരിച്ച് എനിക്ക് കുറച്ച് ഇപ്പൊ ചില കാര്യങ്ങളൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് അറിവില്ലായിരിക്കില്ല. നമ്മളെല്ലാവരും എല്ലാം അറിയുന്നവരല്ലല്ലോ, പ്രത്യേകിച്ച് ഞാൻ ഒന്നും അറിയുന്ന ഒരാളല്ല. അപ്പൊ നമുക്ക് കുറച്ചും കൂടി ഒന്ന് നോക്കിയിട്ട് വേണം, പ്രിപ്പയർ ചെയ്തിട്ട് വേണം പറയണം. അല്ലെങ്കിൽ നമ്മൾ ഓർമ്മയിൽ നിന്ന് എടുത്ത് പറയുമ്പോൾ ചില കാര്യങ്ങൾ തെറ്റ് പറഞ്ഞു പോകും, അറിയാതെ വായിൽ നിന്ന് അബദ്ധത്തിലെങ്കിലും തെറ്റ് വീഴും. ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ പെട്ടെന്ന് പറഞ്ഞു പോയതാണ്, നമ്മൾ ദിലീപ് മഹൽനോബിസ്, ORSന്റെ പിതാവ് എന്നുള്ളത് ദിലീപ് മഹൽനോബിസ് എന്നുള്ളതിന് പകരം പെട്ടെന്ന് വായിൽ നിന്ന് ആ സമയത്ത് PC മഹൽനോബിസ് വന്നുപോയി. രണ്ടും രണ്ട് ധ്രുവങ്ങളിൽ എടുക്കുന്ന ആളുകളാണ് അല്ലെ. അപ്പൊ അങ്ങനത്തെ തെറ്റുകളൊക്കെ വന്നു പോയി കഴിഞ്ഞാൽ ചിലവർക്കെങ്കിലും അത് പഠിച്ചു പോകും. അറിയാത്തവർ, ആദ്യമായി പഠിച്ചു വരുന്നവർ പഠിച്ചു പോകും. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ട് വേണം ക്ലാസ് എടുക്കാൻ. അതുകൊണ്ടാണ് ക്ലാസ് എടുക്കാൻ ലേറ്റ് ആകുന്നതും. നിങ്ങൾ ക്ഷമിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ട്, എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും മെച്ചപ്പെടുത്തേണ്ട കാര്യങ്ങളുണ്ട്, ഞാൻ ഏതെങ്കിലും സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ടോപ്പിക് എടുത്ത് തരേണ്ട ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റ് വായിക്കുന്നതാണ് സത്യത്തിൽ ഏറ്റവും വലിയ സന്തോഷം. നിങ്ങളുടെ സ്നേഹം ഞാൻ തിരിച്ചറിയുന്നത് ആ കമൻറ്റുകളിൽ കൂടിയാണ്. ഒരുപാട് നന്ദി. സ്ഥിരമായിട്ട് കമൻറ്റ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. നമുക്ക് എത്ര പറഞ്ഞാലും നന്ദി പറയാൻ എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല, അത്ര അധികം സന്തോഷമാണ്. അടുത്തൊരു ക്ലാസ് എടുക്കാനുള്ള ഒരു പ്രചോദനം തന്നെ ആ കമൻറ്റുകളാണ്. എന്നിരുന്നാലും ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്നുള്ള വിശ്വാസത്തോടു കൂടി നിർത്തുന്നു. നന്ദി. അടുത്ത് തന്നെ നമുക്ക് പഞ്ചവത്സര പദ്ധതികൾ ക്ലാസ് എടുക്കാം. അപ്പോൾ നിർത്തട്ടെ. നന്ദി.